ക്രിസ്തുയേശുവിൽ എല്ലാവരും സുഖവും ശുഭവുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ കിങ്ഡം ട്രംപറ്റേഴ്സ് ചർച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന ഏവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. സങ്കീർത്തനം 100 ഇങ്ങനെ വായിക്കുന്നു: സകല ഭൂവാസികളുമായി ഉള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവാൻ. അതെ, ഇന്ന് പകലിൽ ആരാധനയിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ സങ്കടത്തോടെയല്ല കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരാധിക്കാൻ കടന്നു വരേണ്ടത്, സന്തോഷത്തോടെ. ആമേൻ, സ്തോത്രം. എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കും. അതെ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ. അതെ, നമ്മൾ ആരാധനയ്ക്ക് വരേണ്ടത് സങ്കടത്തോടെയാണോ? അല്ല, സന്തോഷത്തോടെ വേണം വരേണ്ടത്. ആരുടെയെങ്കിലും പ്രേരണയോടുകൂടിയാണോ വരേണ്ടത്? അല്ല. ആമേൻ, സ്തോത്രം. സന്തോഷത്തോടെ, ആരും പ്രേരിപ്പിക്കാതെ സന്തോഷത്തോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി കൊടുക്കുവാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നാട്ടെ. ആമേൻ, സ്തോത്രം. അതെ, സന്തോഷത്തോട് കൊടുക്കുന്നവനെ കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് മാനിക്കും. അത് നമ്മുടെ സാമ്പത്തികം മാത്രമല്ല, കർത്താവിന് കൊടുക്കുന്ന ആരാധന ആയിക്കോട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതായിക്കോട്ടെ, ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ വേണം ടൈം സ്പെൻഡ് ചെയ്യാൻ. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിലും ഈ ആരാധനയുടെ മധ്യേ കർത്താവിന് ചിലത് നിങ്ങളോട് ഇടപെടുവാനുണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ വിഷമ സന്ധികളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെ, നിങ്ങൾ പല പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിശ്ചയമായിട്ടും ഇന്നത്തെ ആരാധന നിങ്ങൾക്ക് വിടുതലിന് കാരണമായി തീരും. അതെ, പരിശുദ്ധാത്മാവ് അതെ നിങ്ങളോട് വ്യക്തിപരമായി ഇന്ന് പകലിൽ ഈ ആരാധനയുടെ മധ്യേ എന്തോ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുത്താട്ടെ. തുടർന്ന് നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കുവാൻ പോവുക. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് ഒരു നല്ല മഹത്വം കൊടുക്കുവാൻ, നല്ല നന്ദി കൊടുക്കുവാൻ, നന്ദി പറഞ്ഞ് ആരാധനയ്ക്കായി കടന്നു വന്നാട്ടെ. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഇന്നത്തെ ആരാധനയ്ക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന നിങ്ങൾക്ക് വിടുതലിനും ദൈവശബ്ദം കേട്ട് അത് ഇന്നത്തെ ദൂത് പ്രാപിച്ച് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. വഴികൾ ഓർത്തിടുമ്പോൾ കരുതി
സ്തുതിക്കുവാനായിരം നാവ് പോരായി, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായി, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായി, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. 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 നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്തയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ യേശു ചെയ്തയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഓ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി എല്ലാം വ്യാപരിക്കും. വ്യാപരിച്ചല്ലോ. അതിനായി ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. 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 സാന്നിധ്യം വിട്ട് എങ്ങോട്ടു പോയിടുമേ? ഉയരമോ ഉയരമോ ആഴമോ വേർപിരിപ്പാനാകുമോ? മരണത്തിന് പോലും മൃത്യുവിനായി പോലും അണയാത്ത ഒരു ബന്ധം, അണയാത്ത ജ്വാലയെ മരണത്തിനപ്പുറത്തൊരു ബന്ധമുണ്ടെങ്കിൽ നിൻ സ്നേഹവീതിയായി എന്നെ നീ സ്വന്തമാക്കി, എന്നെ നീ സ്വന്തമാക്കി. മൃത്യുവിന് പോലും
അണയാത്ത ആ സ്നേഹത്തിൽ ആർക്കെന്നെ വേർപിടിക്കുവാൻ സാധിക്കും? നിൻ എന്നെ നീ സ്വന്തമാക്കി. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ. Yes, Lord. പിന്മാറ്റവേളയിൽ നീ തന്നെ എൻ പിതാവ്. ഞാൻ നടക്കും പാതയിൽ നീ മാത്രമെന്റെ താതൻ. ഞാൻ നടക്കുന്ന പാതകളിൽ പിന്മാറ്റവേളയിൽ നിന്നെ തേടി വരുന്ന നീ എന്നെ തേടി വന്നോ. എന്നെ നീ സ്വന്തമാക്കി. ഏത് മാറാത്ത ഇന്ന് വിട്ട് മാറത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര വലിയ ശക്തി കേന്ദ്രങ്ങളാണെങ്കിലും, എന്ത് രോഗമാണെങ്കിലും ഇന്ന് ആ സാന്നിധ്യത്തിനകത്തുനിന്ന് സ്തോത്രം ഇന്ന് അവിടെ വിടുതലുണ്ട്. ഇന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തയ്യാറാണെങ്കിൽ, ആ നാമത്തെ നമ്മുടെ നാവിലെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് അതിന് മുമ്പിൽ വെളിപ്പെടുന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വിശ്വാസിയാണ് വിളിച്ച് അവരുടെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിക്കപ്പെല്ലെങ്കിൽ മാനസികമായ പീഡനം അനുഭവിക്കുന്ന പൈശാചിക മണ്ഡലം ഞെരുക്കുന്നു എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം പല പ്രാവശ്യം വിളിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അവസ്ഥയ്ക്കൊരു മാറ്റമില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തോന്നിയത് ഞങ്ങൾ ഒരുമിച്ച് മതി കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. നമുക്ക് സ്തോത്രം, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമം ഉയർത്താൻ തുടങ്ങി. കർത്താവ് യേശു എന്നാണ്, യേശുവിൻ്റെ നാമം ഉയരട്ടെ. ആ നാമത്തിൽ ശക്തിയുണ്ട്, ആ നാമത്തിൽ വിടുതലുണ്ട്. പക്ഷേ ആ സിസ്റ്ററിന് ആ നാമം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ മറ്റൊരു നാമം പറഞ്ഞിട്ട് ആയില്ല, ആ നാമം നാവിലെടുത്തിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകാൻ പറഞ്ഞു. ഹാലേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഉയർത്താൻ തുടങ്ങി. പൈശാചിക മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. സകല അധികാരവും എൻ്റെ മേൽ യേശു പകർന്നിരിക്കുന്നു. ഹാലേലൂയ. ഇന്ന് ആ നാമത്തെ നാവ് കൊണ്ട് ഉയർത്തുവാൻ തയ്യാറാണെങ്കിൽ ആ നാമത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. ഇന്ന് ശക്തിയിലായിരിക്കുന്ന മണ്ഡലമുണ്ടെങ്കിൽ ആ ശക്തി കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുന്ന ആ നാമത്തിന് തന്നെ ശക്തിയുണ്ടെന്ന് അതിരുവചനമായിരിക്കുന്നത്. ഇന്ന് യേശുവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തുമ്പോഴാണ് അവിടെയാണ് പിതാവ് മഹത്വം എടുക്കുന്നത്, അവിടെയാണ് പിതാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. ഇന്ന് മറ്റൊരിടത്തേക്ക് നോക്കരുത്, ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കരുത്, ഇന്ന് വിഷയത്തിലേക്ക് നോക്കരുത്. നോക്കേണ്ടതിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുക. സകല നാമത്തിനും മേലായ നാമം, ആ നാമം ഉയരുമ്പോൾ ഏത് അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളും തകരുവാൻ ഇടയാകും. ഹല്ലേലൂയ. ആ നാമം ഉയരുമ്പോൾ ആ സിസ്റ്ററിൻ്റെ വായിലേക്ക് ഞാൻ ആ സമയത്ത് ദൈവം ഒരു അന്യഭാഷ കൊടുക്കുവാൻ തക്കവണ്ണം അവൻ ദൈവം ഇടയാക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ നാമത്തോടെ കടന്നുവെന്ന ശക്തിക്ക് മുമ്പിൽ ആ ശക്തിയെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഞങ്ങൾ ശിഷ്യന്മാരാ. ഹല്ലേലൂയ, ഞാൻ ആദ്യത്തെ കല്ല, പക്ഷേ എൻ്റെ നാമം കൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. പത്രോസ് അവനെ തൊട്ടുപോലുമില്ല. പത്രോസ് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമമാണ് എന്നെ പിടിപ്പിച്ചത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഉദരത്തിലെ അമ്മയുടെ ഉദരത്തിലെ വിടുന്നില്ലാത്ത വിഷയമാ. ഹല്ലേലൂയ. എന്നാൽ ആ നാമത്തെ ഉയർത്താൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ആ അവൻ മുടന്തൻ ചാടി എഴുന്നിട്ട് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ നാമത്താണ് പത്രോസ് ഉയർത്തിയത്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല.
മനുഷ്യത്വം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇനിയും ഉയർത്തേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തെ ഇതിലധികമായി ഉയർത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കഥായ നാമത്തിൽ ഒരിക്കൽ കൂടി ഉയർത്താം. സ്തോത്രം. ആ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. ആ നാമത്തിൽ ശക്തികൾ പകരും. ആ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കും. ആ നാമത്തിലേക്ക് സമാധാനം സന്തോഷം ലഭിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ നാമത്തിലാണ് ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ യേശുവിന്റെ നാമം ഉയരട്ടെ. ഇന്ന് ആ നാമം ഉയരട്ടെ. ഒരുമിച്ച് നമ്മുടെ നാവുകളെ തുറന്ന് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. യേശുവിൻ നാമമെൻ പ്രാണരക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണരക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭാവിക്കുകയില്ല, ബാധയൊന്നും വീടിനകത്തില്ല. അനർത്ഥമൊന്നും ഭാവിക്കുകയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗ്ഗസേനയിൽ കാവലുണ്ട്, സർവ്വാധികാരിയിൽ കരുതലുണ്ട്. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവ്വാധികാരിയിൽ കരുതലുണ്ട്. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയിൻ പേരുകളെ. യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയിൻ പേരുകളെ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, പൊന്നാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും
സ്തോത്രയാഗങ്ങൾ ആരാധിക്കാം ആരാധിക്കാം പരിശുദ്ധനെ സ്തോത്രയാഗ മധുരങ്ങളുടെ സർവസ്തുതികൾക്കും യോഗ്യനായവനാണ് യേശുവേ. ആ നാമം ഉയരട്ടെ. സ്തുതികൾക്കും യോഗ്യന ആ നാമം ഉയരട്ടെ. യേശുവേ ആരാധിക്കാം. ഹല്ലേലൂയ പാടി നാമമടിച്ച് ആമേൻ. ആ നാമം ഉയരട്ടെ. ഹല്ലേലൂയ പാടി യേശുനാമം വല്ലഭനാം യേശുവേ ആരാധിക്കാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. അത്ഭുതങ്ങൾ നടക്കും. നടക്കും. അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. എങ്ങനെ വർണ്ണിക്കും? യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ സ്തോത്രയാഗങ്ങൾ ആരാധിക്കാം പരിശുദ്ധനെ. ആരാധിക്കാം സ്തോത്രയാഗങ്ങൾ സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവൻ പടകിലുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്?
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. എന്നെ സൃഷ്ടിച്ച ദൈവം എന്റെ ഭവനത്തിലുള്ളപ്പോൾ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? സ്തോത്രം സ്തോത്രം. സർവ്വത്തിന്റെ മേലും അധികാരമുള്ളവർ എന്റെ ജോലിയിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു നമ്മളെ കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല, അവൻ എന്നോട് അടുത്ത് വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നീ സ്വന്നാൽ പോലും. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇന്ന് വിഷയത്തിന്റെ മേൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. അധികം ഒന്നും കർത്താവ് ചെയ്യണം, നമുക്ക് ഒത്തിരി കാര്യം ചെയ്യണം. പക്ഷേ യേശുവിന് ഒറ്റ കാര്യം ചെയ്യുന്നത്, യേശുവിനെ ഒന്ന് കൽപ്പിച്ചാൽ മതി. പിതാവിനെ സന്നിധി എനിക്ക് വേണ്ടി എൻ്റെ യേശു എഴുന്നേറ്റാൽ അവൻ കാര്യം നടത്താതെ ഇരിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ പറയണം. കർത്താവ് എഴുന്നേറ്റാൽ വിഷയത്തിൻ്റെ മേൽ വിടുതലുണ്ട്. കർത്താവ് പറഞ്ഞാൽ വിഷയത്തിൻ്റെ മേൽ വിടുതലുണ്ട്. കർത്താവ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെയും കൊടുങ്കാറ്റിനെയും കർത്താവ് ഒന്ന് ശാസിച്ചതേ ഉള്ളൂ. തിരുവചനം പറയുന്ന ആ നിമിഷത്തിൽ അലറി അടിക്കുന്ന തിരമാലകൾ നിശ്ചലമായി. ഹല്ലേലൂയ. ഇന്ന് വരെ ലോകത്തിൽ നടക്കാത്ത ഒരു സംഭവ വികാസമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എത്ര പേർ വിശ്വാസം പറയും, എൻ്റെ ജീവിതത്തിന് മേൽ പൂർണ്ണ നിയന്ത്രണമുള്ള, സകലത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പറ, കർത്താവേ സകലത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ളവനാണ്, പ്രപഞ്ചത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ളവനാണ്, എൻ്റെ മനസ്സിൻ്റെ മേൽ നിയന്ത്രണമുള്ളവനാണ്, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ളവനാണ്, എൻ്റെ തലമുറയുടെ വിഷയത്തിന് മേൽ നിയന്ത്രണമുള്ളവനാണ്, എൻ്റെ സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ളവനാണ്. ഹല്ലേലൂയ. ഒന്നിൻ്റെ മേലും കൺട്രോൾ കർത്താവിന് പോയിട്ടില്ല. കൺട്രോൾ ഇന്ന് യേശുവിൻ്റെ കയ്യിലാണ്. വിശ്വസിക്കുന്ന ദൈവം എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ നൗകയുടെ കൺട്രോൾ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്, പിശാചിൻ്റെ കരങ്ങളിലല്ലെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ തകരത്തില്ലെന്ന് സ്തോത്രം വിശ്വസിക്കാത്ത ദൈവമക്കളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പിശാച് യാത്ര ശക്തമായി വാദിച്ചാലും വിശ്വാസമാണ്. സ്തോത്രം. കർത്താവ് പടകിൽ എഴുന്നേറ്റാൽ വിഷയത്തിന് മേൽ വിടുതല. കർത്താവ് ഒരു വാക്ക് എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പറഞ്ഞാൽ പിശാചിനെ എന്നെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. എൻ്റെ വിഷയത്തിന് മേൽ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. പത്രോസ് പറയുന്ന കാര്യമുണ്ട്, നീ ഭൂതമല്ല, നീ കർത്താവാണെങ്കിൽ ഞാൻ വെള്ളത്തിൽ നടക്കണം. ഹല്ലേലൂയ. ചില വിചാരിച്ച് ഭൂതമാണ്. സ്തോത്രം സ്തോത്രം. അങ്ങനെ പോലും വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിച്ചു, വിഷയത്തിനകത്ത് പലരും കടന്നു പോകുമ്പോൾ, വിഷയം വരുമ്പോൾ വിഷയത്തിനകത്തൂടെ എൻ്റെ അടുക്കിലേക്ക് നടന്നു വരുന്നവരുണ്ടെങ്കിൽ അത് ഭൂതമല്ല, അത് എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. അവൻ വരുന്നത് തകർക്കാനല്ല അവൻ വരുന്നത്, അവൻ എന്നെ വിടുവിക്കുവാനാണ് വരുന്നത്. അവൻ വരുന്നത് സകല വിഷയത്തിന് മേൽ നടന്നാണ് യേശു വരുന്നത്. യേശു നടന്നു വന്നത് അവൻ കടലിലൂടെ വഞ്ചിയിലല്ല യേശു വരുന്നത്. യേശു കടലിൻ്റെ മീതെ നടക്കുന്നവനാ. എത്ര പേർ വിശ്വസിക്കും എൻ്റെ ദൈവം സർവശക്തനാ? എൻ്റെ ദൈവത്തിന് നിയന്ത്രണമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കാറ്റിനും കടലിനും മാത്രമല്ല, ഹല്ലേലൂയ, കടലിന് പോലും അവനെ മുക്കിക്കളയാൻ കഴിയത്തില്ല. പിന്നെയാണോ സ്തോത്രം കാറ്റിന് ഹല്ലേലൂയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആരാധിക്കുന്നത്? ആ ദൈവത്തെ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, യേശുവിന്റെ ശക്തി തിരിഞ്ഞപ്പോൾ, യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവരൊരു കാര്യം ചെയ്തു. യേശുവിന്റെ കാൽപാദ പീഠത്തിങ്കൽ ആ ബോട്ടിനകത്തൊരു ആരാധന നടക്കുക. സ്തോത്രം. ആരാധന നടക്കുവാൻ കാരാഗ്രഹത്തിൽ മാത്രമല്ല, വഞ്ചിക്കകത്ത് നടക്കുന്ന ഒരു ആരാധനയുണ്ട്. സ്തോത്രം. കൊടുങ്കാറ്റിന്റെ മധ്യം നടക്കുന്ന ഒരു ആരാധനയുണ്ട്. അവർ മുഴങ്കാലം മടക്കി എന്തിനാണ് കർത്താവ് കാണിച്ചെന്ന് ചോദിച്ചാൽ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുവാനാ ചില കൊടുങ്കാറ്റുകൾ വരുന്നു കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ആ കർത്താവ് ആരാണെന്ന് അറിയുമ്പോൾ ആ കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ എന്ന് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പടകിനകത്ത് കർത്താവ് വന്നപ്പോൾ മറ്റൊരു സംഭവവികാസമാണ്. കർത്താവ് പടകിനകത്ത് കയറിയപ്പോൾ പടക് കാറ്റ് ശാന്തമായി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ പടക് ആ വഞ്ചി സ്തോത്രം എങ്ങും എത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എങ്ങും എത്താൻ പറ്റുന്നില്ല. കരയെ ചെല്ലുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. യേശു കാൽ ചൂട്ടിയപ്പോൾ വഞ്ചിയുടെ ദിശ മാറി. എൻ്റെ ജീവിതത്തിൻ്റെ ദിശ എൻ്റെ കർത്താവിനെ മാറ്റാൻ കഴിയുന്ന അത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. അല്ലെ, നാളുകളായി അലയുന്നതിലെ അനുഭവങ്ങൾ, നാളുകളായി ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങൾ ഇന്ന് എൻ്റെ യേശു വഞ്ചിക്കാകുന്നുണ്ടെങ്കിൽ, യേശുവിനെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, യേശുവിനെ ഉയർത്തുവാൻ തയ്യാറാണോ, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണോ, അങ്ങനെയുള്ള ജീവിതം തകരത്തില്ല. ഹല്ലേലൂയ. പടക് എത്ര നിറഞ്ഞത് പറഞ്ഞാലും ആ പടക് മുങ്ങിപ്പോകാൻ ഹല്ലേലൂയ
എല്ലാ വഞ്ചികളും മുങ്ങുമ്പോൾ എന്റെ വഞ്ചി മുങ്ങത്തില്ല, കാരണം എന്റെ പടകിലിരിക്കുന്ന യേശുവാ. Yes, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ വലിയ പടകുകൾ മുങ്ങിയിട്ടുണ്ട്, പക്ഷെ ചെറുവഞ്ചി ആമീൻ ആമീൻ അതിനകത്ത് യേശു ഉണ്ടെങ്കിൽ ആ ചെറിയ വഞ്ചി മുങ്ങത്തില്ല. കാരണം ഹല്ലേലൂയ, കടലിനെ സൃഷ്ടിച്ചവനായിരിക്കുന്നത്. ആമീൻ, കടലിനെ നടക്കുന്നവനാ നമ്മളെ ആമീൻ അവിടെ ഉള്ളത്. ആ തിരുമുഖത്തേക്ക് നോക്കി പറയാം, കർത്താവേ ഹല്ലേലൂയ, അവിടുന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ആ വിഷയത്തിന്റെ മേലെ നിന്ന് വിടുതലുണ്ട്. போதும் செய்வே நீ காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வே நீ காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. எனக்கு முன்பே செல்வதா எனக்கில்லை கவலை, காற்றின் கடலை நடத்திய உன் அன்புன வார்த்தைகள் என் துணையாய் நிற்பதா எனக்கேனே கவலை. கடலில் நடந்து உன் அன்புன பாருங்கள், எனக்கே முன்பே செல்வதா எனக்கில்லை கவலை. ஓ காற்றின் கடலை நடக்கிற உன்னால் துணை வார்த்தைகள் எந்தன் துணையாய் நிற்பதா எனக்கேனே വ്യാപരിക്കുന്നുണ്ട്, എനിക്ക് ഭയമില്ല. ആരാധന യേശുവേ, ആ തിരുമുഖത്തേക്ക് നോക്കി പറ, ആരാധന യേശുവേ. What is your problem with it? And worship him. പടകിലവർ മുഴങ്കാലുകൾ മടക്കി ഒരു വഴി തുറക്കുന്ന ദൈവം சூழ்ந்து கொண்டாலும் பாதை காற்று நேசுவென்று பயமே இல்லையே. பாரம் செய்து தொடர்ந்து வந்து சூழ்ந்து கொண்டாலும் பாதை காக்க கற்றுவன் பயமே இல்லையே. சொன்னால் போதும் செய்வேன் நீ காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன் நீ காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன் நீ காற்றும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே.
பிடிப்பே என் அன்பு இயேசுவே. വീണ്ടും വരുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി കർത്താവ് അറിയിപ്പാനിടയാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. മറ്റൊരു ഞായറാഴ്ച ദിവസം കൂടി സത്യദൈവത്തെ ആരാധിക്കുവാൻ, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമൊരുക്കിയ നല്ല സാഹചര്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ചില ദൈവിക ചിന്തകൾ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ സ്തോത്രം പറയുന്ന എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സ്തോത്രം. നമുക്ക് കടന്നു വരുന്ന എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, ചിലത് പുതിയത് പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകുവാൻ, കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി നമ്മുടെ ജീവിതങ്ങൾ തീരുവാൻ, സ്തോത്രം, നിത്യയുടെ അവകാശിയായി തീരുവാൻ ഈ ആഴ്ചവട്ടം കർത്താവ് വന്നാൽ കർത്താവിനോട് പോകുവാൻ, നമുക്കിടയാകുവാൻ ഈ വചനങ്ങൾ ഉതകുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പൂർണ്ണമായിട്ടും ശരണപ്പെടുന്നു. നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു വേദവാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. അത് തീത്തോസിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ടൈറ്റസിൻ്റെ പുസ്തകം അധികം പേര് വായിക്കാറില്ലെന്ന് തോന്നുന്നു. ഞാനും അധികം വായിക്കാറില്ല. എങ്കിലും വളരെ ചെറിയ പുസ്തകമാണെങ്കിലും അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ ദൈവിക മർമ്മമുണ്ട്. അതിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവ് ശരണപ്പെടുമ്പോൾ നമുക്ക് വചനം നമുക്ക് ഒരുമിച്ച് തുറക്കാം. തീത്തോസിൻ്റെ ലേഖനം, അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 5-7 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആമേൻ. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് ജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അല്പം ദീർഘമായ ഒരു സെൻറ്റൻസാണ്. കണ്ടാൽ പെട്ടെന്ന് വായിക്കുമ്പോൾ അത് അല്പം ഡ്രൈ ആയിട്ട് തോന്നും. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇതൊന്ന് ഉറപ്പിച്ച് പറയുകയാണ്. കാരണം കിട്ടിയ ദൈവകൃപ, ദൈവം ആ ദൈവസഭയെ എവിടെ നിന്ന് കൊണ്ടുവന്നു, എവിടെ കൊണ്ട് എത്തിച്ചു എന്നതിനെപ്പറ്റി പലപ്പോഴും അവരെ നമ്മൾ മറന്നു പോകുമ്പോൾ അതൊന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്യം എഴുതുന്നത്. അതിൻ്റെ 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അപ്പോൾ ഈ പറയപ്പെടുന്ന വചനം ശുഭവും കേൾക്കുന്ന എല്ലാവർക്കും അത് ഉപകാരപ്രദവും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മുടെ വചനം നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്രദവും ഇന്ന് അനുഗ്രഹവുമാക്കി ആത്മാവ് എഴുതപ്പെട്ട വചനമായി ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യത്തിൽ അവിടെ എഴുതി കൊടുക്കുമ്പോൾ ഒരു സ്പിരിച്വൽ അമനീഷ്യയിൽ നിന്നും ദൈവജനം ഉണരുവാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദവാക്യമാണ്. പലർക്കും മറവി വരും. 50 വയസ്സായി കഴിയുമ്പോഴത്തേക്കും ചിലതൊക്കെ മറക്കുന്ന നല്ലതാണ്. സ്തോത്രം. ചിലത് ഒരുപാട് അങ്ങ് ഓർക്കുന്നവരുണ്ട്. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ, മറക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറക്കുക,
ഓർക്കേണ്ടത് നമ്മൾ ഓർക്കുക. ചില തിരിച്ചാ സ്തോത്രം. പക്ഷേ ഇന്ന് ആമേൻ കർത്താവ് പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുവട്ടമുള്ള അവിശ്വാസികളെ ഒക്കെ നോക്കിയപ്പോൾ അവർക്കുള്ളിലൊന്ന് തോന്നി, ഓ ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു, ഞങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളായി തീർന്നു, ഇവരൊക്കെ ആത്മീയ ദരിദ്രന്മാരാണെന്ന് അവർക്കൊരു തോന്നലുണ്ടായപ്പം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ കൃപ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തു ചെയ്തു എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു പൂർണ്ണമായ ബോധ്യം വേണം. ആ ബോധ്യം എന്താണ്? ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുകയാണ്. അതെ, ആ ഉറപ്പ് ഇന്ന് ഈ പകലിൽ സ്തോത്രം, ഇന്ന് എവിടെ നിന്ന് ആരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ ഉറപ്പ് പറയുന്ന എനിക്കും ആ ഉറപ്പ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ നിത്യരക്ഷയുടെ കാരണം വളരെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ തൻ്റെ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുതി കൊടുക്കുകയാണ്. വളരെ ചെറിയ തലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരുവൻ്റെ രക്ഷയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നമ്മളെ മുന്നറിഞ്ഞു, കർത്താവിനെ വിളിച്ചു, തിരഞ്ഞെടുത്തു, നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, മഹത്വത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിപ്തമായ വാക്കുകൾക്കുള്ളിൽ ഒരു വ്യക്തിയുടെ നിത്യരക്ഷയെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏകദേശം അതിന് സമാനമായ വാക്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതി കൊടുത്തിരിക്കുന്നത്. അതിന് 4 വാക്യങ്ങൾ അതിന് ആധാരമായിട്ടുണ്ട്. അതിലൊന്നിൽ അപ്പോസ്തലനായ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ ദൈവം തൻ്റെ കരുണപ്രകാരമാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ ഇവൻ്റെ രക്ഷയുടെ ഒരു പ്രോസസ്സ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ രക്ഷയിലേക്ക് നടത്തി, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർണ്ണമായ രക്ഷ വരുന്നത് ഈശോ മിശിഹാ കർത്താവ് യേശു ക്രിസ്തു വാനമേഘത്തിൽ വെളിപ്പെടുമ്പോൾ അവനോട് ചേരുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം നടക്കുവാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അവസാനത്തോളം ഓടുവാൻ ഉത്സാഹം കാണിക്കണമെന്ന് തീത്തോസിന്റെ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് എഴുതി കൊടുക്കുകയാണ്. തുടങ്ങിയ ഓട്ടം വഴിയിൽ തീർന്നു പോകരുത്, വഴിയിൽ വീണു പോകരുത്. അവസാനത്തോളം ഓടുന്നവനാണ് ഹല്ലേലൂയ അവൻ ജയം പ്രാപിക്കുന്നത്, അവനാണ് മഹത്വത്തിൽ പ്രവേശിക്കുന്നത്, അവനാണ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അവിടെ 4 കാര്യങ്ങൾ, നമുക്കറിയാവുന്ന 4 കാര്യങ്ങളൊന്ന് തൊട്ടിട്ട് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു ആത്മീയ വിഷയമായതുകൊണ്ട് നമുക്ക് ഡ്രൈ ആണെന്ന് ചിലപ്പോൾ തോന്നിയാലും നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും അത് അനുഗ്രഹമായി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇത് നിങ്ങൾ ഉറപ്പിച്ചോണം, ഇത് നിങ്ങളെ വീണ്ടും വീണ്ടും ഒന്നു നമുക്കൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഒരുവൻ്റെ രക്ഷ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ചുറ്റുവട്ടമുള്ളവരെ കാണുമ്പോൾ നമുക്ക് ആ മനസ്സിൽ ചിലപ്പോൾ ഒരു ഉയർച്ചയൊക്കെ തോന്നിയേക്കാം. നമ്മൾ എന്തോ പെന്തക്കോസ്തുകാരാണെന്ന്, നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവരെക്കാളും നിഷ്ഠൂരമായ അവസ്ഥയിലായിരുന്നു ഞാനെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയാണ് എന്നെ ഈ ദിവസങ്ങളിലും കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തുമാറാക്കിയത്. അപ്പോൾ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയതുകൊണ്ട്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളോട് കരുണ കാണിച്ചു. ഞാൻ അതിൻ്റെ കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഓർപ്പിക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ശാരീരികമായിട്ടും എല്ലാം നമുക്കൊരു ബലം, മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ബലം കഥാവ് നമുക്ക് ആവശ്യമായിരിക്കുന്നുവല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യമായി, ദൈവത്തിന് എന്നോട് കരുണ തോന്നിയത് കൊണ്ട് ദൈവത്തെ ഞാൻ വിളിച്ചതല്ല, ദൈവത്തോട് എനിക്ക് കരുണ തോന്നിയല്ല, ദൈവത്തിന് എന്നോട് കരുണ തോന്നിയതാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ സഹായിക്കാൻ പോയതല്ല. ആമേൻ. ദൈവരാജ്യത്തിൽ വന്നത് ദൈവം എന്നോട് മഹാകരുണ കാണിച്ചത് കൊണ്ട്, ദൈവം എന്നെ തിരഞ്ഞെടുത്ത് എന്നെ വിളിച്ച് എൻ്റെ സകല പാപങ്ങളെയും കഴുകി ആമേൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നു. അത് കൃപയാണ് എന്ന് പറഞ്ഞാൽ ആമേൻ. നമുക്ക് എഫീഷ്യരുടെ പുസ്തകം 2:8 അതിനകത്ത് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്ന നമുക്ക് പലർക്കും വ്യക്തമായിട്ട് അറിയാം. കൃപയാലല്ലോ
നിങ്ങൾ വിശ്വാസം മൂലം രക്ഷപ്പെട്ടിരിക്കുന്നതല്ല, രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല. അത് കാൽവരിയുടെ ക്രൂശിൽ 2026 വർഷം മുമ്പ് ഹല്ലേലൂയ ലോകപാപത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ ഒരു ഹോമയാഗമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ തയ്യാറായത് എന്നുള്ള ഒറ്റ കാരണത്താലാണ് എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന് പ്രശംസിപ്പാൻ എനിക്കൊന്നുമില്ല. എൻ്റെ ഒരു നല്ല പ്രവൃത്തിയുമല്ല, നമ്മുടെ നീതി പ്രവൃത്തികളല്ല. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ആമേൻ ആമേൻ, യേശു പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും പറയുമ്പോൾ നമുക്ക് കാണാപ്പാടം അറിയാവുന്ന കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ അതിനകത്ത് കിടക്കുന്ന ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. കർത്താവ് പറയുകയാണ്, ഒരുവൻ്റെ രക്ഷയുടെ പ്രോസസ്സിനകത്ത് കിടക്കുന്ന കാര്യങ്ങളിൽ വൻ കൃപയാൽ ദൈവം അനേകരെ വിളിച്ചു വേർതിരിച്ചു. പക്ഷേ നിക്കോദെമോസിൻ്റെ ഹൃദയത്തെ കാണുമ്പോൾ കർത്താവ് പറഞ്ഞു, നിക്കോദെമോസേ, നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയണമെങ്കിൽ നീ വീണ്ടും ആത്മാവിനാലും ജലത്താലും ജനിക്കണം. അപ്പോൾ നിക്കോദെമോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ ജനിച്ചു, ഹല്ലേലൂയ, ഈ ഇരിക്കുന്ന ഞാൻ ജനിച്ചു, ഇനി വീണ്ടും ഈ ഷേപ്പിൽ ഞാൻ ജനിക്കണം? ഹല്ലേലൂയ. അല്ല, സ്വതം ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ നിന്ന് വീണ്ടും ഒരു പുതിയ വ്യക്തിയായിട്ട് കഴിഞ്ഞകാല പാപങ്ങളെല്ലാം വിട്ടിട്ട് സ്വതം ഒരു പുതിയ വ്യക്തിയായി വീണ്ടും ജീവിതം തുടങ്ങണമോ എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, അതെ, യേശു പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ രക്ഷയ്ക്കകത്ത് ആത്മാവിൻ്റെ ഒരു ജനനം നടക്കണം. ആത്മാവിനകത്ത് ഒരു ജനനം നടക്കണം. അകത്തളങ്ങളിൽ ഒരു പുതിയ സൃഷ്ടി ജനിക്കണം. ആ പുതിയ സൃഷ്ടി ജനിക്കുന്നത് വചനത്താലും പരിശുദ്ധാത്മാവിനാലും കൂടെ ചേരുമ്പോഴാണ്. ആമേൻ. വചനം ജഡമായി തീർന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, നിന്റെ മേൽ നേടും. നിന്റെ അകത്തളങ്ങളിൽ ഒരുവൻ പൂജാതനായി തീരും, ഒരു ശിശു പിറക്കും. വചനവും ആത്മാവും കൂടെ ചേരുമ്പോൾ അതിനകത്ത് നടക്കുന്ന സൃഷ്ടിപ്പാണ് ഒരുവന്റെ വീണ്ടും ജനനം. ഹല്ലേലൂയ. അപ്പം ആർക്കും ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിൻ്റെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയത് ആത്മീയ മനുഷ്യനായിരുന്നു. അവൻ്റെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ മടക്കിത്തരാൻ ഒരു ക്രിസ്തു വന്നു. സ്വതന്ത്രം അതിനകത്ത് എന്തെങ്കിലും ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ഈ ഭൂമിയിലുള്ളവർക്ക് കഴിയും. അത് സൗദിയാലുള്ള സോഫിയയെ പലർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. അറിയോ? സ്വതന്ത്രം നമ്മളൊക്കെ പോന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു സോഫിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്വതന്ത്രം ഈ സോഫിയയ്ക്ക് ലോകത്തിൽ ആദ്യമായിട്ട് സോഫിയയ്ക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തു സൗദി. ഹല്ലേലൂയ. സോഫിയ മനുഷ്യനല്ല, സോഫിയ റോബോട്ടാ. യൂട്യൂബ് അടിച്ചു നോക്കിയാൽ മതി, കാണാം സോഫിയയെ. അപ്പോൾ ഇത് കണ്ട മനുഷ്യനാണെന്ന് തോന്നും, പക്ഷേ സംസാരിക്കും. സോഫിയയുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യും, സോഫിയയോട് സംസാരിക്കും. സോഫിയയുടെ സംശയം ചോദിച്ചാൽ സോഫിയ കാര്യങ്ങൾ പറഞ്ഞുതരും. അറബി പറയും, ഇംഗ്ലീഷിൽ പറയും, പല ഭാഷകളിൽ സംസാരിക്കും എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സോഫിയയെ സൃഷ്ടിച്ചെങ്കിലും സോഫിയയുടെ അകത്ത് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. മനുഷ്യന് പലതും സൃഷ്ടിക്കാൻ കഴിയും. ഇന്ന് ക്ലോണിംഗ് ഉണ്ട്. ഹല്ലേലൂയ. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ ഉണ്ടാക്കാം. ഇവിടെ നിന്നാൽ സ്തോത്രം ഞാനാന്ന് ആർക്കും ഞാൻ തന്നെയാണെന്ന് വിചാരിക്കും. പക്ഷെ അകത്തുള്ളത് ഹല്ലേലൂയ സ്തോത്രം ആത്മാവില്ല. അത് അത് ശ്രമിച്ചു, പക്ഷേ മൃഗങ്ങളെയൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ മനുഷ്യനെ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനുഷ്യൻ്റെ അകത്ത് ആത്മാവുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ അകത്തുള്ള ആത്മാവിനെ സൃഷ്ടിക്കാൻ ഈ ലോകത്തിൽ ഒരു ബുദ്ധിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. പിശാച് എത്ര പണിപ്പെട്ടാലും ഹല്ലേലൂയ സ്തോത്രം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാൽ ആ മനുഷ്യന് വീണ്ടും ഒരു ആത്മാവിനെ കൊടുക്കുവാനും അവൻ്റെ ഉള്ളിൽ ആത്മജീവനെ കൊടുക്കാനും കഴിയത്തില്ല. പലതിനെ സൃഷ്ടിച്ചു, ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെയൊക്കെ സൃഷ്ടിച്ചിട്ട് പലതുകൊണ്ട് അല്ലെ ഇന്ന് മനുഷ്യനും മെഷീനും കൂടെ ചേരുന്ന ജീവികളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അപ്പോൾ ദൈവം നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലാണ് ദൈവം സൃഷ്ടിച്ചത്. അകത്തളങ്ങളിൽ നമ്മളെ ദൈവിക രൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെതായ അനേക ക്വാളിറ്റികൾ മൃഗങ്ങൾക്കില്ല. മൃഗത്തിൽ നിന്നും മൃഗം മാത്രമേ വരത്തുള്ളൂ. ആമേൻ സസ്യങ്ങളിൽ നിന്ന് സത്യം മാത്രമേ വരത്തുള്ളൂ. എന്നാൽ മനുഷ്യൻ വന്നത് ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അതാണ് നമുക്കുള്ള സ്തോത്രം. ദൈവത്തിൻ്റെ നമ്മളുള്ള പ്രത്യേകത. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അതിനകത്ത് ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രവൃത്തിയുടെ പൂർത്തീകരണം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ മറ്റൊരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് you are saved by washing of regeneration. അവിടെ പറഞ്ഞിരിക്കുന്നത് പുനർജനന സ്നാനം എന്നാണ് എഴുതിയിരിക്കുന്നത്. പുനർജനന സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം തീത്തോസിൻ്റെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുവൻ്റെ പുനർജനനം നടക്കുകയാണ്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് 1000 തലമുറകൾ 1000 ജനനം നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അവന് കുതിരയായിട്ട് ജനിക്കണം, പുലിയായിട്ട് ജനിക്കും, ആടായിട്ട് ജനിക്കും, ചിലപ്പം പോത്തായിട്ട് ജനിക്കും, എന്തുമായിട്ട് ഇങ്ങനെ മാറി മാറി ജനിച്ച് അവനൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയി. ചില കോടി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൻ നിത്യബ്രഹ്മത്തിൽ ചേരുകയാണ്. ഹല്ലേലൂയ. പക്ഷേ നമുക്കുള്ളൊരു പ്രത്യേകത, നമുക്കിനി ജനിക്കണമെങ്കിൽ പുഴുവായിട്ടും പട്ടിയായിട്ടും ഒന്നും ജനിക്കേണ്ട. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വീണ്ടും ജനനം അകത്തളങ്ങളിൽ സംഭവിച്ചാൽ നിത്യയുടെ അവകാശി എന്ന ഉറപ്പ് നമുക്ക് ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി എത്ര ദൈവത്തെ സ്തോത്രം ചെയ്യും. അനേകർക്ക് കിട്ടാത്ത ഒരു പ്രത്യാശ ദൈവം നമുക്ക് തന്നതിനായി ഇന്ന് ഒരു പ്രത്യാശയുണ്ടെങ്കിൽ ഈ ഭൂമിയിലല്ല നമ്മുടെ പ്രത്യാശ വാനമേഘത്തിൽ എഴുന്നള്ളാൻ പോകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വരുന്നതും അവനോട് ഞാൻ ചേരുമെന്നും അവനെ പോലെ ഞാനായി തീരുമെന്നുമുള്ള ഒരു പ്രത്യാശയാണ് ഒരു ദൈവം എന്നെ മുന്നോട്ട് നടത്തുന്നത്. അവനെ തികഞ്ഞ ആത്മീയനാക്കി തീർക്കുവാനും കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവനാകുവാനും ഒരു നല്ല സാക്ഷിയായി തീരുവാനും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പുനർജനന സ്നാനം അതെ എന്ന് പറഞ്ഞാൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് എന്ന് അതിനെ പണിയുന്നു എന്നുള്ള ഒരു വാക്യമാണ് ഇതിനകത്ത് കിടക്കുന്നത്. പുനർജനന സ്നാനം അതിനെ എന്ന് പറഞ്ഞാൽ തകർന്നു പോയ ഒരു കളിമൺ പാത്രത്തെ വീണ്ടും എടുത്തിട്ട് അതിനെ വെള്ളം കൊണ്ടൊക്കെ ഒന്ന് കഴുകി അതിനെ ഒന്ന് ഉടച്ചു വാർത്ത് ആ പാത്രത്തെ വീണ്ടും വേറെ നല്ലൊരു ഷേപ്പിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധ കരങ്ങൾക്കുള്ളിൽ ഉപയോഗിക്കാൻ കൊള്ളാകുന്ന മാനപാത്രമാക്കി ദൈവം ആഗ്രഹിക്കുന്ന ഷേപ്പിലാക്കി മാറ്റി അവന് വേണ്ടി പ്രയോജനമുള്ളവനായി തീരുവാൻ, മാനപാത്രമായി തീരുവാൻ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കുമായി ഒക്കെ ഒരുങ്ങിയിരിക്കുന്ന ഒരു മാനപാത്രമായി ആണ് ദൈവം കണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ കണ്ടതിനായിട്ട് അഥവാ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ വെള്ളത്തിൽ യേശു പറഞ്ഞു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അതെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. സ്തോത്രം. അപ്പോൾ ജലത്താൽ നമ്മുടെ നിത്യത, നമ്മുടെ രക്ഷയുടെ ദൈവം വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെമ്പിളിംഗ് എന്ന തിരുവചനത്തിൽ പറയുന്നത് നമ്മളുടെ രക്ഷാപ്രവൃത്തിയെ അവനോട് ചേർന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണങ്ങൾ അതിൻ്റെ സമയത്ത് അത് ദൈവം പൂർത്തീകരിച്ചിരിക്കും. നമ്മളും ദൈവവുമായിട്ടുള്ള അകലം എന്ന് പറഞ്ഞാൽ കണ്ണിമയ്ക്കുന്ന മാത്രമേ സമയമേ ഉള്ളൂ. സ്തോത്രം. കണ്ണിമയ്ക്കുന്ന മാത്രയിൽ നമ്മുടെ മൂക്കിലെ ശ്വാസം നിന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ എത്തിയിരിക്കും. ഹല്ലേലൂയ.
അതോ അത്രയോ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കണ്ണിമയ്ക്കുന്ന മാത്രയിൽ യേശു വന്നാൽ കണ്ണിമയ്ക്കുന്ന മാത്രയിൽ എൻ്റെ ഈ ശരീരത്തിന് തേജസ്സുള്ള ശരീരമാകുമെന്ന് തിരിച്ചറിയുന്നവർ പറയണം, എൻ്റെ രക്ഷയുടെ പരിപൂർത്തി എൻ്റെ ദൈവം ഈ ദിവസങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇടയാകും. ഭൂമിയിൽ ഞാൻ എന്തെല്ലാം ആയിത്തീർന്നു, ഭൂമിയിൽ ഞാൻ എന്തെല്ലാം നേടിയോ, ഭൂമിയിൽ എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടോ, ഭൂമിയിൽ എന്തെല്ലാം എനിക്ക് ഇല്ലാത്തതുകൊണ്ടോ എന്നുള്ളതല്ല വിഷയം. കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര പൂർത്തീകരണം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നടക്കുമോ എന്നുള്ള ഉറപ്പ് ഇന്ന് പകലിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ആമേൻ കർത്താവിനോട് പറയാം, കർത്താവേ ആ ഉറപ്പ് എൻ്റെ ഉള്ളിൽ തരണമേ. ഹല്ലേലൂയ. അപ്പൊ വെള്ളത്തിൽ മുങ്ങാൻ എളുപ്പമാണ്. അല്ലേ, പലരും വെള്ളത്തിൽ ചാടും. കാരണം അനുഗ്രഹം പ്രാപിക്കാനും സ്വർഗത്തിൽ പോകാനും വെള്ളത്തിൽ പോയി മുങ്ങുന്നവരുണ്ട്. ചിലർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ വിവാഹം കിട്ടാൻ വേണ്ടി മുങ്ങിയവരുണ്ട്. അങ്ങനെ എനിക്കറിയാം. അല്ലെ, അനേക പല കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ നിത്യരക്ഷയ്ക്ക് വേണ്ടി മുങ്ങുന്നവരാണ് യഥാർത്ഥത്തിൽ സ്ഥാനമേൽക്കുന്നത്. അതിൻ്റെ യഥാർത്ഥമായ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചാൽ പിന്നെ നമുക്ക് ആരും നമ്മളെ നിർബന്ധിച്ച് വെള്ളത്തിൽ മുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിലൂടെ വേഗത്തിലൊന്ന് പോട്ടെ. അപ്പോൾ സ്നാനത്തിൽ അവനോട് അടക്കപ്പെടുകയും അല്ലേ, മരിച്ചവരുടെ ഉയർത്തി ലഭിച്ച നിങ്ങളെയും അവനോടുകൂടെ ജീവിച്ചു. അപ്പോൾ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ നടന്നൊരു കാര്യമാണ്, കർത്താവിനോടുകൂടെ അടക്കപ്പെട്ടു. ഇനിയിപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പുതിയ മനുഷ്യനായിട്ടാണ്, ഒരു പുതിയ വ്യക്തിയായിട്ട് ദൈവം നമ്മളെ തീർത്തു. സ്നാനം മുൻകുറിയാണ്. അത് കാണിക്കുന്നത് എൻ്റെ സ്നാനപ്പെട്ട് വെള്ളത്തിൽ ഞാൻ മുങ്ങുന്ന സമയം വരെ ഞാൻ ചെയ്ത സകല പാപങ്ങളും എൻ്റെ സ്വർഗത്തിലെ ദൈവം അപ്പച്ചൻ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അതിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. അതിനെപ്പറ്റി ദൈവം ഓർക്കത്തില്ല. ചെങ്കടൽ ഞാൻ കടന്നു, ഞാൻ ചെങ്കടലിൻ്റെ അപ്പുറത്തെത്തി. ഇനി എനിക്ക് ഫറവോനുമായി ബന്ധമില്ല. ആ ശാപത്തിൻ്റെ ശക്തികൾക്ക് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ജയമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് മാത്രം രക്ഷാപൂർത്തിയായിട്ടില്ല. കട നടത്താം, കട ഉദ്ഘാടനം ചെയ്യാം. പക്ഷേ കട അതിൻ്റെ ബിസിനസ് ആയിരിക്കാം, ജോലിയായിരിക്കാം, അതിൻ്റെ സ്വന്തം അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് അതിനെ ജയകരമായി നടത്തുമ്പോഴാണ് ആമേൻ അതിൻ്റെ പൂർത്തീകരണങ്ങൾ വരുവാൻ തക്കം എന്ന് പറഞ്ഞ പോലെ. അതിന് മറ്റൊരു ഭാഗത്ത് കർത്താവ് പറയുകയാണ്, അല്ല അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പം വെള്ളത്തിൽ സ്നാനമേൽക്കുമ്പോൾ മാത്രം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം കൂടി ദൈവവചനത്തിനകത്ത് കൽപ്പിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, യേശു അധികം പേരെ സ്നാനപ്പെടുത്തിയിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അധികം പേരെ സ്നാനപ്പെടുത്തിയിരുന്നില്ല. യേശു വന്ന് വെള്ളത്തിൽ മുക്കാനല്ല, യേശു വന്ന് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കാനാണ്. സ്വതം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അത്യന്താപേക്ഷിതമാണ്. ദൈവസഭയിലുള്ളവർ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമേൽക്കണമെന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. ഹല്ലേലൂയ. ദൈവിക ആ സ്നാനം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വന്ന് ആമേൻ വരുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ അനുഭവം അതിൻ്റെ പൂർത്തീകരണങ്ങളിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് വെള്ളത്തെയാണ്, പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ആമേൻ. അങ്ങനെ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുമ്പോൾ ജലം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ജലം അവിടെ പുറമേയുള്ള നമ്മുടെ പാപങ്ങൾ കർത്താവ് കഴുകി മാറ്റുന്നതാണ് സ്നാനം. അതിനെ പുറമേ നടന്നൊക്കെയും കർത്താവ് സ്തോത്രം ക്ഷമിച്ചു, ആ രക്തത്താൽ കഴുകി. പക്ഷെ ഇനി അകത്തുള്ളത് പോകണമെങ്കിൽ അകത്തൂടെ വെള്ളം വരണം, അകത്തൂടെ ഒരു ജലസ്നാനം നടക്കണം, അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് വരണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു 10 വയസ്സുള്ള ഒരു പയ്യൻ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൽ നിറയുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീര് ധാരധാരി ഒഴുകുമ്പോൾ അവൻ കർത്താവിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ, ആ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ദൈവം നമ്മുടെ മേൽ പകരുവാനിടയാകും. ഹല്ലേലൂയ. ഇത് നടക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് ദൈവമക്കൾ കടന്നു പോകുന്നത്. സ്തോത്രം. അപ്പം പുറമേ കഴുകപ്പെടും, പക്ഷെ അകമേ ഒരു കഴുകണമെങ്കിൽ ആത്മാവിൻ്റെ ഒരു വെള്ള തളിപ്പ് ഉള്ളത്തിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ജലം കടന്നു വരണം. അതെ, നമ്മുടെ പഴയ പാപങ്ങളെ കഴുകി മാറ്റുമ്പോൾ സ്ഥാനത്തിൽ
ആത്മസ്നാനത്തിൽ നമ്മുടെ ഉള്ളത്തിൽ ഉള്ള ആ അഴുക്ക് കറ പിടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിയുന്നത് ആത്മസ്നാനത്തിലൂടെ പരിശുദ്ധി ആത്മാവിൻ്റെ വെള്ളം നമ്മളിലൂടെ ഒഴുകുമ്പോഴാണ്. അവൻ ജലത്താലുള്ള സ്നാനം ഒരു പ്രാവശ്യമാണെങ്കിൽ ആത്മാവിലുള്ള സ്നാനം ഒരു പ്രാവശ്യമാണ്. പക്ഷേ അതിലൂടെ നടക്കുന്ന ഒരു റിന്യൂവലുണ്ട്. ഹല്ലേലൂയ. അതാണ് നാലാമത്തെ വിഷയം. ഈ നാലാമത്തെ വിഷയത്തെ ഒന്ന് തൊടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ വചനം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ധാരാളം, അതെ, പുനർജന്മ സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധ ആത്മാവിൻ്റെ നവീകരണം കൊണ്ടുമാണ്. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഒന്ന്, ദൈവത്തിൻ്റെ കരുണയാണ് എന്നെ രക്ഷിച്ചത്. നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിരിക്കണം. ദൈവസഭയെ വരുന്ന എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇതിനകത്ത് ഗോതമ്പും പതിരുമുണ്ട്. ചിലത് കണ്ട രക്ഷിക്കപ്പെട്ടെന്ന് തോന്നുന്നു, പക്ഷെ അകത്ത് ശൂന്യതയാണ്. അല്ലല്ല, പക്ഷെ അകത്തൊരു നിറവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരണം. അല്ലേ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത് യൂട്യൂബിലൂടെ പോകുന്നതുകൊണ്ട് ഞാൻ സ്തോത്രം അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് രക്ഷയുടെ അനുഭവം സകല ജീവിതത്തിൻ്റെ മേലും വരുവാൻ കർത്താവ് ആഗ്രഹം. അപ്പോൾ കരുണ, കൃപ, സ്തോത്രം, പുനർജന്മ സ്നാനം, 4 പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. ഈ 4 കാര്യങ്ങൾ ഒരുവൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് രക്ഷയുടെ പരിപൂർത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ. പലരും വിചാരിക്കുന്നത് പെന്തക്കോസ്തിൽ വന്നു, കൈയടിച്ചു, മീശ പിടിച്ചു, ഹല്ലേലൂയ, അന്യഭാഷയിൽ പറഞ്ഞ് ആരാധിച്ചു, രക്ഷയിലായെന്ന്. ഇല്ല സഹോദരാ, ഇതെല്ലാം ചെയ്താലും ആത്മാവിൻ്റെ നവീകരണം പ്രസംഗിക്കുന്നവൻ്റെ ജീവിതത്തിലും കേൾക്കുന്നവരുടെ ജീവിതത്തിലും നടക്കുന്നില്ലെങ്കിൽ രക്ഷയുടെ പൂർത്തീകരണവും ദൈവപ്രവൃത്തിയും എവിടെയൊക്കെയോ മുടങ്ങിക്കിടക്കുന്നു. ഹല്ലേലൂയ. അല്ലാത്ത ദൈവത്തിന് കരമയ്യാത്ത സ്തോത്രം ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നവീകരണ ധ്യാനത്തിനൊക്കെ നമ്മൾ പോയിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ മിക്കവാറും എല്ലാവരും തന്നെ നവീകരണ ധ്യാനങ്ങളൊക്കെ കൂടിയതാണ്. എന്താ വെച്ചാൽ റിന്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് പുതുക്കുക, അല്ലേ? ശരിയല്ലേ? ആമേൻ. നമ്മുടെ കോൺട്രാക്റ്റൊക്കെ റിന്യൂ ചെയ്യും ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു റിന്യൂവൽ വർഷത്തിലൊന്നല്ല, എല്ലാ ദിവസവും റിന്യൂവലാണ്. അപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ റിന്യൂവലിലൂടെ അല്ലെങ്കിൽ നവീകരണത്തിലൂടെയാണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. റിന്യൂ ചെയ്യാത്തവൻ ട്രാൻസ്ഫോം ചെയ്യത്തില്ല. നമ്മൾ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നാളെ കഴിഞ്ഞും അടുത്ത വർഷവുമൊക്കെ ഇതിലും വേഴ്സായ ആത്മീയ മനുഷ്യനായി തീരുവാനല്ല, ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുന്ന അനേകരെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ തുടങ്ങിയതിനെ ആത്മാവിൽ അവസാനിപ്പിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തികഞ്ഞ ഒരു ആത്മീയനായിക്ക് എനിക്ക് മാറണമെന്ന് എത്ര പേർക്കൊരു താല്പര്യമുണ്ട്. അതൊരു ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തായിരിക്കും. അതിനു മുമ്പിൽ ശത്രു മുഴങ്കാലും അടക്കും, ശത്രു ആയുധം വെച്ച് കീഴടങ്ങും. ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് പിന്നാലെ ഞാൻ ഓടണ്ട, എൻ്റെ പിന്നാലെ ദൈവപ്രവർത്തി എൻ്റെ മുൻപടിയായി പോകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. പിശാച് എൻ്റെ ജീവിതത്തിന് ഒരു തലത്തിലും വന്ന് തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഓരോ തലത്തിലും ദുഷ്ടൻ്റെ പൈശാചിക ശക്തികൾ എന്നെയോ എൻ്റെ ഭവനത്തെയോ ദൈവപ്രവർത്തിയോ തകർക്കുവാൻ അവന് കഴിയത്തില്ല. അവൻ പല പദ്ധതികളും
കൊണ്ടുവരും. പക്ഷേ അതിലൊന്നും ക്ഷയമെടുക്കുവാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു പറയുന്നു, സഭ എൻ്റേതാ, ദൈവമക്കൾ എൻ്റേതാ, ഞാൻ പണിയും. പിശാച് തകർക്കാൻ വരും, പക്ഷേ അവൻ്റെ പണി അവനെ തകർക്കുവാൻ ഇടയാകത്തില്ല. ഞാൻ സഭയെ തകർക്കുകയില്ല. ഞാൻ സഭയെ പണിയുന്നവനാ. സഭയെ പണിയുന്നവനാണ് യേശു. എന്നെ പണിയുന്നവനാണ് യേശു. വിശ്വസിക്കുന്ന ദൈവമക്കൾ പറ, എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയൊരു പണിയുണ്ട്. അത് ദൈവത്തിൻ്റെ ദിനത്തിൽ എൻ്റെ ദൈവം പൂർത്തീകരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവ് തുടങ്ങിയ ആ ദൈവിക പദ്ധതി ദൈവത്തിൻ്റെ ആ ദിവസത്തിൽ കർത്താവ് പൂർത്തീകരിക്കുവാനിടയാകും. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് നമുക്ക് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് അടുത്ത് വരാം. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് അടുത്ത് വരാം. ഹല്ലേലൂയ. പരമാർത്ഥമായൊരു ഹൃദയം വേണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്തോത്രം. എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹമുള്ള ദൈവം കൂടെ ഉണ്ട്. അപ്പോൾ അതിന് കാരണമെങ്കിൽ അകത്ത് വെള്ളം തളിക്കണം എന്ന് പറഞ്ഞു. പണ്ട് ഞങ്ങളുടെ ഒരു ആൻറ്റി പാസ്റ്റർ പള്ളിയിൽ കൊണ്ടൊരു ചെറിയ പുസ്തകം കൊടുക്കുമായിരുന്നു. ആ ചെറിയ പുസ്തകത്തിന് അതിൻ്റെ തലക്കെട്ടിങ്ങായിരുന്നു, തളിപ്പീര് കളിപ്പീരാണ്. സ്തോത്രം. അപ്പോൾ ഇത് പള്ളിയിലെല്ലാം കൊണ്ടു കൊടുത്ത അവസാനം വലിയ പ്രശ്നമായി. പക്ഷെ അത് പുറത്തുള്ള തളിപ്പീരാണ്. സ്തോത്രം. ഇതകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിർമ്മല ജലം തളിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ നിർമ്മല ജലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു സ്തോത്രം അഴുക്കുമില്ല. അതെൻ്റെ അഴുക്കിനെ പൂർണ്ണമായിട്ടും കഴുകാൻ കഴിയുന്ന ശുദ്ധ ജലമാണ്. അവൻ തരുന്ന പാല് മിൽമ പാലല്ല. അവൻ തരുന്ന പാലിനകത്ത് മിക്സ്ചറില്ല. ആ ദൈവം തരുന്ന പാലിനകത്ത് വെള്ളം ചേർക്കത്തില്ല. ദൈവം തരുന്ന പാല് ഇറ്റ്സ് എ പ്യുവർ മിൽക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ശുദ്ധമായത് മാത്രമേ ദൈവം തരുന്നുള്ളൂ. ആ ദൈവം തരുന്നത് കുടിച്ചാൽ, ദൈവം തരുന്നത് കഴിച്ചാൽ, ദൈവത്തിൻ്റെ ശുദ്ധീകരണം ജീവിതത്തിൻ്റെ മേൽ നടന്നാൽ, ഹല്ലേലൂയ, അതിൻ്റെ മേൽ പിശാചിന് ജയമെടുക്കാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ പറയണം, എന്നെ ദൈവം ഒരു മാനപാത്രമായി തീരുവാനാ കണ്ടിരിക്കുന്നത്. ശത്രു എൻ്റെ തകർക്കുവാൻ ശത്രു പദ്ധതികൾ കാണുമ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ മാനപാത്രമായി കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ ശുദ്ധജലത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരിച്ച് ആ കരങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന മാനപാത്രമാക്കി എൻ്റെ ദൈവം എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയുകയാണ് പഴയ നിയമ പുസ്തകത്തിൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അപ്പൊ ഇസ്രായേലിനെ പറ്റി ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചാൽ, ഇസ്രായേലിന് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം കൊടുക്കുക എന്ന് മാത്രമല്ല, പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തിനകത്ത് ഇസ്രായേൽ മക്കൾ വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കകത്ത് ദൈവ മക്കൾക്ക് അത് തുടർമാനമായി ജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം അകത്തളങ്ങളിൽ ഒരു ശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു സ്ഥലം തരാൻ പോവുക, ഞാൻ നിങ്ങൾക്ക് പുതിയ കാറ് തരാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയ ജോലി തരാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരാൻ പോവുകയാണ് എന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരാൻ പോവുക. ഹല്ലേലൂയ. എത്രയൊക്കെ സന്തോഷമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ചിലരൊക്കെ ഇത് കേട്ടാൽ നന്നായിട്ട് ഉറങ്ങിക്കോളും. സ്തോത്രം. പക്ഷേ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു പുതിയ ഹൃദയം നമുക്ക് തരും. അപ്പൊ ദൈവം നമുക്ക് തരാൻ പോകുന്നത് ഒരു പുതിയ ആത്മാവിനെയാണ്, ഒരു റിന്യൂവലാണ് ദൈവം തരാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് പഴയ ആത്മാവിനെ അല്ല തരുന്നത്, ദൈവം നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ തന്ന് അതുകൊണ്ട് ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, നിർമ്മലമായൊരു ഹൃദയമേനിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ. നിർമ്മലമായൊരു
ആഹാ നിർമ്മീ ചരുളുകനാഥ ഓ നേരായൊരു നല്ല മനസ്സും ആമേൻ തീർത്തരുൾകന്നിൽ ദേവാ. അപ്പോൾ ദൈവം പറയുകയാണ്, ഒരു പുതിയ ആത്മാവിനെ ഞാൻ തരും. നിങ്ങളുടെ അകത്തുനിന്ന് കല്ലായുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുക. സ്തോത്രം. ഹൃദയമൊക്കെ കല്ല് പോലെയായി തീരുമ്പോൾ, ഹൃദയം സ്തോത്രം പലപ്പോഴും ഒരു ഫീലിംഗ് പോലും ഇല്ലാതിരിക്കുമ്പോൾ, ഒരു സന്തോഷമില്ലാതിരിക്കുമ്പോൾ, സമാധാനമില്ല, ഭാരമാണ്, ദുഃഖമാണ്. സ്തോത്രം. നാളെപ്പറ്റി ആകുലതകൾ, സ്തോത്രം, മുറിവുകൾ, വേദനകൾ, സ്തോത്രം, ദൈവത്തിലുള്ള സ്നേഹമില്ലായ്മ, ഇതൊക്കെ ആകുമ്പം ഹൃദയം കല്ല് പോലെയാകും. അപ്പോൾ ദൈവം പറയുകയാണ്, ആ പുതിയ ഹൃദയത്തെ ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ പുതിയ ഹൃദയം തരാൻ പോവുക. ഹല്ലേലൂയ. അപ്പോൾ ശാരീരികമായിട്ട് നമ്മൾ ജനിക്കുന്ന ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവൻ്റെ ശരീരം വളരുകയാണ്. ആ ശരീരം ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഈ ശരീരത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക ദൈവം. ഒരു കുഞ്ഞു കൊച്ച് ജനിച്ചിട്ട് അതുപോലെ തന്നെ ഇരുന്നാൽ 8 മാസമായ അതുപോലെ ഇരുന്നിട്ട് ആ വിശ്വാസം അല്ല ദൈവം നമ്മൾ കാണുന്നു. അത് ജനിച്ച് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊക്കെ അന്ന് ജനിച്ച് ഇപ്പോൾ ഇത്രയായില്ല, ഇനിയിപ്പോൾ ഇതിന് മുകളിലില്ല, ഇത്രയേ ഉള്ളൂ. സ്തോത്രം. ശാരീരികമായിട്ട് സ്തോത്രം. അപ്പം നമുക്ക് ജോലി ചെയ്യണം, നമുക്ക് ഭക്ഷണം കഴിക്കണം, അധ്വാനിക്കണം, നമ്മൾ പഠിക്കണം, സ്വന്തം ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തണം. അതുകൊണ്ട് ദൈവം നമ്മളെ വളർത്തി, ഇല്ലേ? ഹല്ലേലൂയ. വളർന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും തൊട്ടിൽ കിടക്കത്തോളായിരുന്നു. ഹല്ലേലൂയ. പാല് പാലെന്ന് പറഞ്ഞാൽ. പക്ഷേ സ്വന്തം അതല്ല, കർത്താവ് നമ്മളെ ശാരീരികമായി വളർത്തി, നമുക്ക് മെച്യൂരിറ്റി തന്നു, ബുദ്ധി തന്നു, അല്ലെങ്കിൽ എല്ലാം തന്നു. പക്ഷെ എന്ന് പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ ബർത്തിനകത്ത് ദൈവം നമ്മളെ വരാനിരിക്കുന്ന മഹത്വത്തിനകത്ത് പ്രവേശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആത്മീയ മനുഷ്യൻ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കൈയടിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഇതൊക്കെ ഓർത്ത് കൈയടിക്കണം, അല്ലേ? സ്തോത്രം. ഇപ്പോൾ പിടിപ്പിക്കുന്ന നമുക്ക് കൈയടി തന്നെ. സ്തോത്രം. അല്ലേ? നാളെ കഥാവ് വരുന്നത് ആരും കൈയടിക്കത്തില്ല. സ്തോത്രം. ഇപ്പോഴത്തെ ക്രിക്കറ്റുകാരാ അദ്ദേഹം അവസാനത്തെ പന്ത് ഒരു 6 അടിച്ചാൽ പള്ളി വെറുതെ ചർച്ച ചുമ്മാ ഇരിക്കുന്നവരാണെങ്കിലും അവർ എടുത്ത് ചാടി ഒരു 10 പ്രാവശ്യം ചാടി പറയും, ഇന്ത്യ ജയിച്ചു, ഇന്ത്യ ജയിച്ചു, ഇന്ത്യ ജയിച്ചു. സ്വത്രം. പക്ഷേ സഭയ്ക്കകത്ത് വന്ന കയ്യടി പോയിട്ട് വാ തുറക്കാത്തവരുണ്ട്. പക്ഷേ ഈ കളിയെല്ലാം ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് കാണും ഭയങ്കര ആവേശമാണ്. പക്ഷേ കാരുടെ കൂശൻ 2026 വർഷം മുമ്പ് എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തതെന്ന് തിരിച്ചറിയുന്നവൻ വെറുതെ ഇരിക്കത്തില്ല, സഭായോഗത്തിൽ അവൻ തുള്ളിച്ചാടും. അപ്പൊ നമ്മുടെ ആത്മീയ മനുഷ്യനെ എഴുതേക്കണം. നമ്മുടെ ആത്മീയ മനുഷ്യന്റെ ഒരു തിരിച്ചറിവ് വരണം. നമുക്ക് ആത്മീയമായൊരു സെൻസിറ്റീവ്നെസ്സിലേക്ക് ഈ ദിവസങ്ങൾ ദൈവസഭയോട് വരുവാൻ തീത്തോസിലൂടെ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതി, തൻ്റെ കൈപ്പടയായി ലേഖനം എഴുതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു സ്പിരിച്വൽ സ്ലംബറിംഗിലേക്ക്, ഒരു ഉറക്കത്തിലേക്ക് ദൈവസഭ പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ മതി, ഇതൊക്കെ ആയിട്ട് അങ്ങ് പോയാൽ മതി എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് പോരാ എന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇത് പോരാ, ഇനിയും എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തിരിപ്പുണ്ട്, ഇനിയും ചില പണികൾ ശേഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലൂടെ ഒരു പണി ചെയ്യണമെന്ന് ഏൽപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ തയ്യാറാകുന്ന എത്ര ജീവിതങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവം അവരെ സ്പർശിക്കുന്ന സമയമാണ്, അവരെ പണിയുന്ന സമയമാണ്, അവരെ ഈ ദിവസങ്ങൾ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിൽ തുടങ്ങിയ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ നമ്മുടെ ആ പിതാവോ മാതാവോ പാസ്റ്ററോ അല്ലേലും ബിഷപ്പോ അല്ല, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവോ. ആ ആരംഭിച്ചവൻ ഹല്ലേലൂയ അവന്റെ ദിനത്തിൽ അവൻ പൂർത്തീകരിച്ചിരിക്കും.
ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്നിൽ തുടങ്ങിയ നല്ല പ്രവൃത്തിയെ എൻ്റെ ദൈവം പകുതി വഴി ഇട്ടിട്ട് പോകത്തില്ല, എൻ്റെ മേൽ പൂർത്തീകരണം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൈ കെടുത്തിട്ട് പറ, എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടണം. ഞാൻ വഴി വീഴത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. ശത്രുവിൻ്റെ പദ്ധതി എന്നെ തകർക്കാനാ, പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണം എൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്യും. ശത്രു ഈ ദിവസങ്ങളിലും അതിനെ തടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ, കർത്താവിൻ്റെ നാമത്തിൽ അത് എൻ്റെ ജീവിതത്തിന് മേൽ ക്ഷയം എടുക്കത്തില്ല. ഹല്ലേലൂയ. പല കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പല മരണ ശുശ്രൂഷകളും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ പാനീയകമായി ഒഴിക്കപ്പെടുന്നു. അവിടെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ലൊരു പോരാട്ടമുണ്ട്, ഒരു ഓട്ടമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അത് കാക്കണം, ഓട്ടം തികയ്ക്കണം, ഒരു പോർ പൊരുതണം. നമുക്ക് നമ്മൾ പൊരുതണം, നമ്മൾ തികയ്ക്കണം, നമുക്ക് കാക്കണം. നമുക്കൊരു കിരീടം ദൈവം വെച്ചിട്ടുണ്ടെന്ന് എത്ര പേർ ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ തലമേലൊരു കിരീടം വരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. പിശാചിനോട് പറ, എൻ്റെ തലയുടെ മേൽ ഒരു നീതിയുടെ കിരീടം ദൈവം വെക്കുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒരു നിത്യയുടെ അവകാശിയായിട്ടാണ് എൻ്റെ ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ആമേൻ. എൻ്റെ തിമോത്തിയോസെ, നിനക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പ്രിയം വെച്ചിരിക്കുന്ന ഈ ഭൂമുഖത്തുള്ള സർവർക്കും ഈ കിരീടം ദൈവം തരും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഒരു റിന്യൂവൽ പ്രോസസ്സിൽ കൂടി പോകുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിനുള്ള ഉപാധി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12:2 നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് പറയാൻ സാധിക്കും. സ്തോത്രം. അല്ല, ജോഹമോന് അറിയാമല്ലോ അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 12:2 വാക്യം ആർക്കറിയാൻ പറ്റാത്തത്? അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കൈപോക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പഠിച്ചോണം. ആമേൻ, ആമേൻ. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. അവിടെ പറയുകയാണ്, ഈ ലോകത്തിന് അവൻ ദൈവത്തിൻ്റെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ഹിതം അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ. അതിന് പ്രവാചകനല്ല. സ്തോത്രം. എല്ലാ ദിവസവും പ്രവാചകനെ വിളിക്കാൻ പറ്റത്തില്ല, പിന്നെ ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് നമ്മളറിയണം നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവത്തിൻ്റെ പദ്ധതി നന്മയാണോ? സ്തോത്രം. പൂർണ്ണതയുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിന് മേൽ നന്മയ്ക്കുള്ളതാണെന്ന്. നന്മയുള്ള, പൂർണ്ണതയുള്ള, ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ്. പൂർണ്ണവും പ്രസാദവുമുള്ള ദൈവഹിതം ലഭിക്കണമെങ്കിൽ മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. എന്തെങ്കിൽ മാത്രം ഇത് പിടികെട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ദൈവഹിതമാണ്, അല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും പോയി പിടിക്കും, അല്ലെങ്കിൽ പലതും പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇന്ന് ആത്മീയ ജീവിതത്തിൽ പോലും പാളിച്ചകളും പരാജയങ്ങളും വരുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വ്യക്തമായ ഹിതമെന്നാണ് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. പിശാച് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. 3 വില്ലുണ്ട്. അപ്പച്ചൻ എഴുതിയ വില്ലല്ല, നമ്മുടെ വീട്ടിൽ അപ്പൻ എഴുതിയ വില്ലല്ല. ഇത് സ്വർഗത്തിലെ ദൈവം നമുക്കുള്ള വില്ലാതെ അറിയുന്നത്. സ്വതന്ത്രം. അതിനുവേണ്ടി നമ്മുടെ കാലിലൂടെ കുഴിച്ച് ഒരുവൻ മരിച്ചു നമുക്ക് വേണ്ടി വില്ല് എഴുതി വെച്ചിട്ട് പോയതാ. ഹല്ലേലൂയ. ആ വില്ല് നമുക്ക് വേണ്ടി കർത്താവ് കാണിച്ചു തരുന്നത്. ആ വില്ല് നമ്മുടെ സെൽഫിലുണ്ട്. നമ്മുടെ സെൽഫിലിനെ ലോകത്തൊരു ശക്തിക്ക് തകർക്കാൻ കഴിയത്തില്ല. അത് തകർക്കാൻ നമ്മൾ തന്നെ വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ കർത്താവിന് സമർപ്പിക്കണം. അപ്പോൾ സ്വന്തം നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ദൈവിക ആഗ്രഹമായിരിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം ഇതൊരു വലിയ മെഗാ ചർച്ച ആകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ വില്ലാണെങ്കിൽ ദൈവം ചെയ്തോളും. ദൈവം ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ വില്ലല്ലേ വേണ്ടെന്ന്. സ്വതന്ത്രം. എത്ര പേർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്? ദൈവഹിതമല്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. അല്ലെങ്കിൽ ഞാൻ വലിയൊരു ആത്മീയ ലോകം അറിയുന്ന വലിയ അവൻ തലപ്പത്തിരിക്കുന്നവനോ ആകാൻ ദൈവത്തിൻ്റെ വില്ലാണെങ്കിൽ അത് സംഭവിക്കും. സ്തോത്രം.
ദൈവത്തിന് വില്ലല്ല എനിക്ക് വേണ്ടെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ നിത്യത അവകാശം എനിക്ക് ഉറപ്പ് വേണം. ഇവിടെ എന്തൊക്കെ കിട്ടിയാലും ഹല്ലേലൂയ, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സ്വർഗത്തിൽ ഉള്ളൊരു ഉത്തമ സമ്പത്ത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ശ്രേഷ്ഠകരമായത് എന്താണെന്ന് ഒരുക്കി വച്ചിരിക്കുന്നതിനെ പറ്റി വ്യക്തമായൊരു ബോധ്യം ഈ കിട്ടിയില്ലെങ്കിലും അല്പമായിട്ടെങ്കിലും എൻ്റെ കാനാൻ ദേശം എൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ഇന്ന് അവൻ ദൈവം ഇടയാക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ കാഴ്ച ഈ ദിവസങ്ങൾ ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അപ്പോൾ പെർമിസീവ് വിൽ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട്. ദൈവത്തിൻ്റെ നമ്മുടെ വില്ലുണ്ട്. അതിൽ ചിലരുടെ ഈ കടുംപ്പെടുത്തമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, എത്ര സുവിശേഷം പറഞ്ഞാലും ഒരു കാര്യം ഇവരിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, വിടത്തില്ല. ഇത് ഞങ്ങളുടെ വില്ല, ഇത് ഞങ്ങളുടെയാ, ഞങ്ങൾ വിടത്തില്ല. ഇതെൻ്റെ വിശ്വാസം, ഇതെൻ്റെ പ്രമാണമാണ്, ഇത് ഞങ്ങൾ വിടത്തില്ലെന്ന് പറഞ്ഞാൽ സ്തോത്രം, വിടണ്ട. പിടിച്ചോ, പറയാനുള്ള ഞങ്ങൾ പറയുന്നു. ദൈവം കൈ നീട്ടി ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കുക, ദൈവത്തിൻ്റെ കൈ തട്ടി മാറ്റുക. സ്തോത്രം, ഹല്ലേലൂയ. പറയേണ്ട ദൗത്യം നമ്മുടെയാ. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആമേൻ, സകല അവരുടെ വില്ലും ദൈവിക വില്ലിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ ആമേൻ, അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത് മനസ്സ്. അതെ, ദൈവസന്നിധി ദൈവഹിത അതെ നമ്മളെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും. രണ്ടാമത്തേത് പെർമിസീവ് വില്ലാണ്. പെർമിസീവ് വില്ലെന്ന് ഇല്ലെന്ന് പറയുന്നവരുണ്ട്, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. പെർമിസീവ് വില്ല് മറ്റൊന്നുമല്ല, നമ്മൾ കർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും, കർത്താവ് കുറച്ച് ചോദിപ്പൻ ലഭിക്കും അല്ലേ, മുട്ടുവൻ തുറക്കപ്പെടും, അന്വേഷണം കണ്ടപ്പം, അതുകൊണ്ട് ഞാൻ രാവിലെ വരെ കിട്ടിയേ തീരൂ, കിട്ടിയേ തീരൂ, സിന്ദാബാദ് സിന്ദാബാദ്, കിട്ടിയേ തീരൂ, കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് സമരം വിളിക്കുന്ന പോലെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവത്തിന് മനസ്സിലായി ഇത് മിക്കവാറും ഇവരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഇവനെ മനസ്സിലാകുന്ന രീതി ഞാനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിക്കുന്ന അങ്ങോട്ട് കൊടുക്കും. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു 3-4 വർഷം കഴിയുമ്പോൾ പറയും, വേണ്ടായിരുന്നു കർത്താവേ, മറിയാതെ പറ്റിപ്പോയതാ, സ്തോത്രം. അപ്പോൾ പറയും, ഇനിയുള്ള വന്നു പോയൊരു അബദ്ധമാണ്, ഇനി എനിക്ക് വേണ്ട, എനിക്ക് അങ്ങ് തരുന്നത് മതി എന്ന് പറയാൻ നോക്കും. അതിൻ്റെ ഒരു പരരുണ്ട്. ഹെസക്കിയ എന്ന രാജാവ് 15 വർഷം നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ദൈവം കൊടുത്ത ആയുസ്. ശരിയോ തെറ്റോ ആട്ടെ, ഇദ്ദേഹത്തിന് ദൈവം വിദ്യയെ പിടിച്ച് കരഞ്ഞ് ഇദ്ദേഹം നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞ് നിനക്ക് 15 വർഷം കൂടെ ഞാൻ നീട്ടിത്തരിക. പക്ഷേ ഈ 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പലത് അപജയങ്ങളായിരുന്നു. അല്ലേ, ഞാൻ പറഞ്ഞത് ശരിയാണോ? ഹല്ലേലൂയ. ചില അപജയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുവാൻ ഇടയായി. അതുകൂടാതെ നമുക്ക് ചിന്തിച്ചാൽ മറ്റൊരു കാര്യം, ഇസ്രയേലിന് രാജാവിന് വേണ്ടി അവർ കരഞ്ഞുകൊണ്ടിരുന്നു. ശൗലിനെ അവർ പറഞ്ഞ ദൈവം ഹൃദയത്തിനകത്തൊരു രാജാവിനെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അവരുടെ രാജാവായിരുന്നു. പക്ഷേ ഇവർ രാജാവിനെ തന്നെ, ശമൂവേലിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് രാജാവിനെ വേണം, ശൗലിനെ വേണ്ട, രാജാവിനെ വേണം, ശൗലിനെ വേണ്ട, രാജാവിനെ വേണം എന്ന് പറഞ്ഞ് ഒരു സമരം വിളിക്കാൻ തുടങ്ങിയപ്പം ശൗൽ ദൈവസന്നിധിയിൽ പോയി വീണ് കരഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ ഇത്രയും നാൾ ഇവർക്ക് വേണ്ടി ഓടി. ഹല്ലേലൂയ. അവസാനം ഇവർ പറയുന്നത് കാരണങ്ങൾ മറ്റുണ്ട് എങ്കിലും എന്നാൽ ദൈവം പറഞ്ഞു, എന്നാ പിടിച്ചോ രാജാവിനെ. അവൻ രാജാവിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, സ്വതം ആ രാജാവ് ഏറ്റവും വലിയ പരാജയമായി തീർന്നു. അവർക്ക് ഇസ്രായേലിൽ നിന്നും പെട്ടകം അവിടുന്ന് എടുക്കപ്പെടുവാൻ തക്കോണം ഒക്കെ ഇടയാകുമ്പോഴും ഒരു കാര്യം, സ്തോത്രം, അതിന് പിന്നീട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു രാജാവ് സമയമായപ്പോൾ ദൈവം അവരുടെ കരങ്ങളിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ രാജാവ് 40 വർഷത്തോളം ഇസ്രായേലിനെ ഭരിച്ചു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുന്ന ഹൃദയപ്രകാരമുള്ളൊരു പുരുഷൻ എന്ന് പറയാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അപ്പോൾ പെർഫെക്റ്റ് വിൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിൻ്റെയാണ് ദൈവം ആ പെർഫെക്റ്റ് ആയിട്ടുള്ള വില്ല് വെളിപ്പെടുത്തുവാനിടയാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നവീകരണത്തിലൂടെ പണ്ടായിരിക്കുന്ന മൈൽസ് മുണ്ടർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പറഞ്ഞത്. പലരും കേൾക്കാറില്ല മൈൽസ് മുണ്ടർ. ഞാൻ കേൾക്കുന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത്, ഈ സിമിത്തേരി കാണുമ്പം ഈ ലോകത്തിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്
ഈ ലോകത്തുള്ള സിമിട്രിയാണെന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്ന അനേകർ, അവരിൽ മറിഞ്ഞ് കിടന്ന പൊട്ടൻഷ്യൽ, ഹല്ലേലൂയ, അനേക വിശ്വാസികൾ ആമേൻ അല്ലാത്തൊരു അവരുടെ ഉള്ളിലുള്ള അതിനകത്ത് കിടക്കുന്ന അനേക ബീതോവന്മാരുണ്ടായിരുന്നു, അനേക ശ്രേഷ്ഠമായ കഴിവുകൾ ദൈവം ഉള്ളിൽ കൊടുത്തവരുണ്ടായിരുന്നു, അനേക ശക്തന്മാർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാവുന്നവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ജീവിതത്തിൻ്റെ മേൽ ദൈവം കൊടുത്ത പൊട്ടൻഷ്യൽ വെളിപ്പെടാതിരുന്നുകൊണ്ട് അവർ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ആ കൂടാരത്തിനകത്ത് കിടന്ന് ചിലർ നിദ്ര പ്രാപിച്ചു, ചിലർ മരിച്ചു. അവൻ വിശുദ്ധന്മാർ മരിക്കാറില്ല, നമ്മൾ മരിക്കാനും നമ്മൾ നിദ്ര പ്രാപിക്കുന്നവരാ. അവേ സ്തോത്രം, വചനം നോക്കി അറിയാം, വിശ്വാസി മരിക്കത്തില്ല, വിശ്വാസി ഉറങ്ങുക അല്ലേ, നിദ്ര പ്രാപിക്കുന്നവരാ. നമ്മൾ ഒരു ദിവസം അവരെഴുന്നേക്കും. അവൻ അപ്പം നല്ല ഉറക്കം നീ കിട്ടും. കർത്താവ് വരുമ്പം നമ്മൾ ചാടി എഴുന്നേക്കും. അല്ലേ കർത്താവ് നിദ്ര പ്രാപിച്ചവർ ആദ്യം എഴുന്നേൽക്കും, പിന്നെ ശേഷിക്കുന്ന നാം അവനോട് കൂടെ വാനവേഗത്തിൽ ഇടപെടും. അപ്പോൾ അവിടെ അപ്പോൾ ഈ ഒരു നമ്മുടെ മനസ്സിൻ്റെ നവീകരണം നടക്കുമ്പോഴാണ് ഈ ദൈവം തന്നിരിക്കുന്ന പൊട്ടൻഷ്യലുകൾ, ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഇതിനെ മൂടി വെക്കുന്നത്, പൈശാചിക മണ്ഡലം മൂടി വെക്കുന്ന പലപ്പോഴും മനസ്സിനകത്ത് പ്രവർത്തിച്ചാണ്. ഞാൻ മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. മനസ്സിന് നവീകരണം വന്നാൽ, മനസ്സിനകത്ത് റിന്യൂവൽ വന്നാൽ, അനേക ദൈവത്തിൻ്റെ താലന്തുകൾ ദൈവത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നത് അതിലൂടെയാണ്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രീഡിയിൽ 5 പ്രാവശ്യം എഴുതി തോറ്റ ഒരാളുടെ സാക്ഷ്യം കേട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 5 പ്രാവശ്യം പീഡികയിൽ തോറ്റ വിഷയമാണ്. പക്ഷെ ഞാൻ പിന്നെ സ്തോത്രം പാസ്സാവുക മാത്രമല്ല, ബൈബിൾ കോളേജ് MD എടുത്തു. അതുകൂടാതെ അവിടെ ഏറ്റവും നല്ല റാങ്കുള്ള വ്യക്തിയാക്കി ദൈവം എന്നെ മാറ്റി. അല്ലേ, അപ്പോൾ ഒരുത്തൻ രക്ഷിക്കപ്പെട്ട അവൻ്റെ അകത്ത് കിടക്കുന്ന പൊട്ടൻഷ്യൽ സ്തോത്രം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു തലവുമില്ല. വിശ്വസിച്ചോ, ആർക്കും ചെയ്യാൻ ചില കാര്യങ്ങൾ എന്നിലൂടെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത പറയാൻ, കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിലുള്ള പണിയെ കർത്താവേ പൂർത്തീകരിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മിൽ മറഞ്ഞു കിടക്കുന്നത് ആർക്കും അറിയില്ല. നമ്മിൽ മറഞ്ഞു കിടക്കുന്ന പൊട്ടൻഷ്യൽ, നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അതെന്താണെന്ന് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല വലുതും. പക്ഷെ ദൈവത്തെ നന്നായിട്ടറിയാം. ഹല്ലേലൂയ. അത് നമ്മൾ ഈ ദിവസങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ റിന്യൂവൽ നടക്കുമ്പോൾ സഭയ്ക്കകത്ത് യൂണിറ്റ് വരും. ഈ ജഡികന്മാർ സഭയ്ക്കകത്തുള്ളപ്പം സഭ ഒന്നാമത് രണ്ടാമത് പിന്നെ വേറെയാവും. അപ്പം ഇങ്ങനെ വളരും തോടും വളരുമെന്ന് പണ്ട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ആത്മീയന്മാർ സഭയിൽ ഉണ്ടായാൽ സഭ വളരും. അല്ലേ, മനസ്സിലാകുന്ന ദൈവങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വിളിയും ധരിച്ചും വ്യക്തമായി തിരിച്ചറിയുന്നവർ മറ്റുള്ളവരെ ആമേൻ സ്തോത്രം അവർക്ക് ദൈവസന്നിധി സമർപ്പിക്കുവാനും മറ്റുള്ളവരെ കൈക്കൊള്ളുവാനും അവരെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും ഒക്കെ ഉള്ള കൃപ ഒരു ആത്മീയനെ മാത്രമേ സാധിക്കത്തുള്ളൂ. യഥാർത്ഥ ആത്മീയരാക്കി ദൈവം നമ്മളെ ദൈവസഭകൾക്കുള്ളിൽ തീർക്കുന്ന ദൈവസഭയെ തകർക്കുവാൻ കഴിയത്തില്ല. പെന്തക്കോസ്ത് ധാരണം വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടു. അവർക്കെല്ലാം മഹാഭയമായി അവർ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. അവർ പൊതുവകയെല്ലാം ഒന്നായി ആമേൻ എല്ലാം എണ്ണി അവരെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് അവരൊന്നായിരുന്നു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അതിനകത്ത് വിധവമാർക്ക് കൊടുക്കുന്നതിനെ പറ്റി ദിനം പ്രതി വരുന്ന ശുശ്രൂഷയെ ആമേൻ പറ്റി പറഞ്ഞ് അതിനകത്തൊരു തർക്കം വന്നു. പക്ഷെ അപ്പം പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, ദൈവ അവിടെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവനെ അതിനു വേണ്ടി നിയോഗിക്കണം. അവരെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വിഷയം മാറി ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുവാനിടയായി. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനെ പകർന്നുവെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ഒരു റിന്യൂവലും കൂടെ നടക്കുമ്പോഴാണ് ദൈവസഭ വളരാൻ തുടങ്ങുന്നത്. അവൻ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള സാക്ഷികളായി തീരണമെങ്കിൽ നമുക്കൊരു നവീകരണം ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. എനിക്ക് തെറ്റായ സാക്ഷ്യങ്ങൾ പലതും വന്നിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ക്ഷമ പറഞ്ഞു, കർത്താവേ പറയണ്ടാത്ത കയറി പറഞ്ഞിട്ടുണ്ട്, ചെയ്യണ്ടാത്ത കയറി പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ദൈവം എന്നെ ചോദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴല്ല
സ്തോത്രം. ഇപ്പം നിങ്ങൾ വിചാരിക്കണം അങ്ങനെയല്ല, വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക്. സ്തോത്രം. കർത്താവ് കൃപയിൽ സൂക്ഷിക്കും നമ്മളെ. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ യഥാർത്ഥ ദൈവിക സാക്ഷികളായി, ഇവൻ യഥാർത്ഥത്തിൽ പെന്തക്കോസ്തുകാരനല്ല, പെന്തക്കോസ് അനുഭവമുള്ളവനാണെന്ന് പറയാൻ തക്കവണ്ണം, അവനും ക്രിസ്തുവിൻ്റെ സാക്ഷിയാണെന്ന് പറയാൻ തക്കവണ്ണം, അവൻ ദേശത്തും വിദേശത്തും സഭയിലും സമൂഹത്തിലും കുടുംബത്തിനകത്തും കൂട്ടുകാർക്കിടയിലും ചാർച്ചുകാർക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ലോകമെമ്പാടും ദൈവത്തിൻ്റെ പത്രങ്ങളായി മാറ്റുവാനാണ് ദൈവസഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എവിടെ ചെന്നാലും സുവിശേഷം പറയും. സാധിക്കുമെങ്കിൽ ഞാൻ അല്പം പറയുമെന്നാണ് പാതിരിയായിരുന്നത് അഗസ്റ്റിൻ അച്ഛൻ പറഞ്ഞത്. സ്തോത്രം. സെയിൻറ്റ് അഗസ്റ്റിൻ എന്നൊരു പാതിരിയാണ്. അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് ഞാൻ എവിടെ പോയാൽ സുവിശേഷം പറയും. സ്തോത്രം. ആവശ്യമുണ്ട്, എവിടെയാണെങ്കിൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സുവിശേഷം പറയും എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്നവൻ യേശുവിനെ കാണുന്ന ഒരു തലത്തിലേക്ക് ദൈവസഭയിലുള്ള ദൈവിക വിശ്വാസികളായി തീരാൻ തയ്യാറായാൽ ഹല്ലേലൂയ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ദൈവ പ്രവർത്തികൾ തന്നെ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. നമുക്ക് ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം. ആമേൻ. അപ്പോൾ പിശാചിൻ്റെ മേൽ ജയമെടുക്കുന്നത് ഒരു നവീകരിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അവിടെ കൊരിന്ത്യസ് സഭയോട് പറയുകയാണ്, ഞാൻ ഭയപ്പെടുകയാണ്. ഇന്നുള്ള പല ഉപദേശ സംഹിതകളും ഇന്ന് ദേശത്ത് നടക്കുന്നത്, ഇന്ന് ദൈവസഭകളിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പൊതുവായിട്ട് പറയാൻ കഴിയത്തില്ല. പക്ഷേ ആത്മാവിൽ തിരിച്ചറിയാൻ കഴിഞ്ഞ യേശുവിലൂടെ എന്താണെന്നും യേശുവിടെ അല്ലാത്ത എന്താണെന്നും തിരിച്ചറിയുവാനുള്ള ഹല്ലേലൂയ ദൈവിക ആമേൻ സ്വന്തം കൃപയും ജ്ഞാനവും ആ നവീകരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഗിബെയോൻകാരുമായി സഖ്യമുണ്ടാക്കുവാൻ യോശുവയുടെ അടുത്ത് വന്നപ്പോൾ യോശുവ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അതുകൊണ്ട് ഒരു ചതിക്കകത്ത് പെട്ടുപോയതുപോലെ ഈ ദിവസങ്ങളിൽ സകല കാര്യങ്ങളിലും ദൈവത്തോടൊരു ആലോചന ചോദിക്കാൻ നമുക്ക് തയ്യാറാകാം. ക്രിസ്തുവിലുള്ള പൂർണ്ണമായ ഒരാശ്രയത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകാം. അത് ഈ ദിവസങ്ങളിലും ആ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദാസന്മാരാക്കി ദൈവം നമ്മളെ മാറ്റും. നമ്മുടെ മനസ്സുകൾ ഈ ദിവസങ്ങളിലും രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സുകളിലുള്ള പല ഭയത്തിൻ്റെ ആത്മാവും വിട്ടുമാറും. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മുടെ മനസ്സിനെ പിടിമുറുക്കുന്ന, നമ്മുടെ മനസ്സിനെ ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യക്തിത്വമാക്കി മാറ്റി, ഒരു വ്യക്തിത്വമായിരിക്കുന്ന ആ മനസ്സിനെ, ആ പേഴ്സണാലിറ്റിയെ, ആ സോളിനെ മാറ്റി ഒരു പുതിയ വ്യക്തിത്വമാക്കി മാറ്റി ഈ ദിവസങ്ങളിലും ആ മനസ്സ് സൗഖ്യമാകുമ്പോൾ പല ശാരീരിക സൗഖ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനിടയാകും. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് മറ്റൊന്നും പറയുന്നില്ല, സ്കിൻ അലർജികളിൽ പലതും മനസ്സുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, മനസ്സിന് സൗഖ്യം വരാൻ തുടങ്ങുമ്പോൾ ശരീരത്തിൽ പല രോഗസൗഖ്യങ്ങളും നടക്കാൻ തുടങ്ങും. മനസ്സ് നവീകരിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലോ പല രോഗങ്ങളും ഹല്ലേലൂയ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലതും മനസ്സുമായി ബന്ധമല്ല, പൂർണ്ണമായും നമുക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. ചിലതൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പല ഗ്യാസ്ട്രിക് പ്രോബ്ലവും ഒക്കെ മനസ്സുമായി ബന്ധപ്പെട്ട ആങ്സൈറ്റി കൂടുമ്പോഴാണ് ഗ്യാസ് കൂടുന്നത്, അല്ലേ? ഭയം കൂടുമ്പോൾ ചിലപ്പോൾ ഷുഗർ ലെവൽ വർദ്ധിക്കും, കൊളസ്ട്രോൾ, അങ്ങനെ എല്ലാം മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരം ബലപ്പെടാൻ തുടങ്ങും. വിശ്വസിക്കുന്ന എത്രയും ഉണ്ട്. ഞാൻ പറയുന്ന എത്ര മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ആത്മാവിൽ നിറയുക എന്നുള്ളത് മാത്രമല്ല, ആത്മാവിൽ ഒരു പുതുക്കം കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മുടെ ദൈവത്തിലേക്ക് ആ ദൈവിക സമാധാനത്താൽ നമ്മുടെ ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സുകൾ രൂപാന്തരപ്പെടുവാൻ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. ഇപ്പോൾ ഞാൻ ഇന്നത്തെ തിരുവചനത്തിൽ നിന്ന് വിരമിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതെങ്ങനെ നടക്കുമെന്ന് ഹല്ലേലൂയ നമുക്ക് പലർക്കും അറിയാം, പൂർണ്ണമായിട്ടും അറിയത്തില്ല. ദൈവം അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിന്നീട്
ഈ രൂപാന്തരം എങ്ങനെ നടക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിവിടെ നിന്ന് പോവുക. ഇന്ന് നമ്മളെ വീട്ടിൽ പോവുക. നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം. ഇപ്പം നമ്മൾക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പം നമുക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും, ഒരു ശക്തിയും ഒരു കൃപയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് പോയി നമ്മൾ ഭവനത്തിൽ പോയി ഈ ലോകത്തിലുള്ളവരുമായിട്ട് ഇടപെടാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ എവിടെ പോയെന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതുമാത്രമല്ല, നമ്മളിലുള്ള പഴയ ജഡിക സ്വഭാവങ്ങൾ തിരികെ വരും. ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം ഈ ജഡ സ്വഭാവം മടങ്ങി വരും. പക്ഷേ നമുക്ക് ഈ മനസ്സ് രൂപാന്തരപ്പെടാനും മനസ്സ് രൂപാന്തരപ്പെട്ടവനും ഒരു തിരിച്ചറിവുണ്ടാകും. ഞാൻ പുറത്ത് പോകുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് 2 സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് രൂപാന്തരപ്പെട്ട സ്റ്റേറ്റ് ഉണ്ട്. ആ രൂപാന്തരത്തിന് താഴെ വന്നിട്ട് ഞാൻ പഴയ നിലവാരങ്ങളിലേക്ക് പോകുന്നൊരു തലമുണ്ട്. ആ നിലവാരങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു തിരിച്ചറിവ് നമുക്കത് ലഭിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ റിന്യൂവൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ സ്തോത്രം, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് ആ റിന്യൂവഡായ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് എനിക്ക് തിരിച്ചു വരണം. എൻ്റെ പഴയ ജഡ മനുഷ്യൻ്റെ ആ ചിന്തകളെ വിട്ട് ക്രിസ്തുവിൻ്റെ ചിന്തകൾ എൻ്റെ ചിന്തകൾ ആയിത്തീരുവാൻ നമ്മൾ തിരിച്ചു വരുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതാണ് റിന്യൂവൽ വിച്ച് ഈസ് ഹാപ്പനിങ് ഓൾ ദ ടൈം, കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ. സ്തോത്രം. പിന്നീട് പറയാം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ ഈ ഞായറാഴ്ച പോകും, അടുത്ത ഞായറാഴ്ച വരുമ്പം ഇത് അതപ്പതിച്ച സ്ഥിതിയിലായി ചിലപ്പോൾ വരുന്നത്. കാരണം നമ്മൾ പോകുന്ന ലോകം അതാണ്. നമ്മൾ ജഡത്തിൻ്റെ പാപ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സൈഡിലും നമ്മൾ ഏത് സമയത്തും നമ്മളുടെ കൃപ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങൾ ചാൻസുമുണ്ട്. നമ്മൾ പാപത്തിൻ്റെ സ്വാധീനത്തിലാണ് കഴിയുന്നത്. പക്ഷേ വി വിൽ ബി ഫ്രീ ഫ്രം ദ പവർ ഓഫ് സിൻ. ഇത് പവർ ഓഫ് സിന്നിൻ്റെ കീഴിൽ നമ്മൾ കിടക്കുന്നത്. പക്ഷേ യേശു വരുമ്പം ഈ പവർ ഓഫ് സിൻ, ഈ അന്തരീക്ഷം ഉണ്ടെങ്കിൽ വ്യാപിച്ചിരിക്കുന്ന ദുഷ്ടന്റെ ആധിപത്യത്തിന്റെ ശക്തിയിൽ നിന്നും ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും ഇതിനെ ഭേദിച്ച് നമ്മൾ സ്വർഗത്തിൽ കർത്താവോടെ ആയിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞു, വി ആർ നോട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സിൻ, വി ആർ ഇൻ ദ പ്രസൻസ് ഓഫ് എ ഹോളി ഗോഡ്. സ്തോത്രം. അതുവരേക്കും പോരാട്ടമുണ്ട്, അതുവരേക്കും നമുക്കൊരു യുദ്ധമുണ്ട്. അവിടെ ചെല്ലുന്നിടം വരേക്കും ഹല്ലേലൂയ ദൈവവചനം അവരെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിലൂടെ പറയുകയാണ്. ഏത് സമയത്തും നമ്മളെ വീഴിക്കുവാൻ പിശാച് സിംഹമല്ല, അലറുന്ന സിംഹമെന്ന് തോന്നിക്കുമാറ് ചുറ്റി നടക്കുമ്പോൾ ഏത് സമയത്തും ദൈവത്തിൻ്റെ ഭക്തന്മാരെ പോലും വീഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുമ്പോൾ പാപിയുടെയും അധർമ്മികളുടെയും ഗതി എന്താകും? ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ രക്ഷ നമുക്ക് മുറുകെ പിടിക്കാൻ തയ്യാറാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പണ്ട ശക്തികൾ നമ്മളെ വളയ്ക്കാൻ സമ്മതിക്കത്തില്ല, പാപശക്തികൾ നമ്മളെ മേൽ ജയമെടുക്കുവാൻ ഇടയാകത്തില്ല. ദൈവിക കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഈ ദിവസങ്ങളിലും അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ രക്ഷാപരിഭൂതിയിലേക്ക് വരുവാൻ തക്കോണം നമുക്ക് ഇടയാകാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഏൽപ്പിച്ച വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ും
നീക്കിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുവേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാൽ ഭാഗ്യവാനായി എന്നും വസിപ്പാൻ നാമസന്തോഷം നിന്നുള്ളിൽ തന്ന നാം പൂർവ്വഗീതം പാടിടുമേ ഞാൻ. പാപമാറും ഭക്തൻ ക്രൂശിലേറ്റതാൽ ഭാഗ്യവാനായി എന്നും വസിപ്പാൻ നാമസന്തോഷം നിന്നുള്ളിൽ തന്ന നാം പൂർവ്വഗീതം പാടിടുമേ. ദൂതകാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. ദൂതകാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുവേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. വിശുദ്ധരെ ചേർത്തിടുവാനായി മണവാളൻ വെളിപ്പെടുവേ. സജീവമായവൻ കോട്ടയായവൻ നിന്നിൽ മാത്രം ചാടിയിരുന്നു ഞാൻ. മാനവിക വിശുദ്ധരെ ചേർത്തിടുവാനായി മണവാളൻ വെളിപ്പെടുവേ. സജീവമായവൻ കോട്ടയായവൻ നിന്നിൽ മാത്രം ചാടിയിരുന്നു ഞാൻ. ദൂതകാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുവേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. ദൂതകാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുവേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. പ്രിയനൊത്തു ഞാനും ചേരുവേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. കർത്തൻ വചനങ്ങൾ നിറവേറുന്നേ, ദുർഘടങ്ങൾ ആനന്ദിക്കുന്നേ. കഷ്ടതകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നും സ്വർഗരാജ്യ ചേർന്നിടുന്നേ ഞാൻ. വചനങ്ങൾ നിറവേറുന്നേ, ദുർഘടങ്ങൾ ആനന്ദിക്കുന്നേ. കഷ്ടതകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നും സ്വർഗരാജ്യ ചേർന്നിടുന്നേ ഞാൻ. ദൂതകാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുവേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. ദൂതകാഹളങ്ങൾ നീക്കിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുവേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുവേ. പാപമാറും ഭക്തൻ ക്രൂശിലേറ്റതാൽ ഭാഗ്യവാനായി എന്നും വസിപ്പാൻ നാമസന്തോഷം നിന്നുള്ളിൽ തന്ന നാം പൂർവ്വഗീതം പാടിടുമേ ഞാൻ. പാപമാറും ഭക്തൻ ക്രൂശിലേറ്റതാൽ ഭാഗ്യവാനായി എന്നും വസിപ്പാൻ നാമസന്തോഷം നിന്നുള്ളിൽ തന്ന നാം പൂർവ്വഗീതം പാടിടുമേ ഞാൻ. Hallelujah,
ഹല്ലേലൂയ. കർത്താവ് എന്ന ഈ സമയവും ദൈവം നമ്മുടെ കൂടെ വിശ്വസ്തനായി ഉള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മൾ പിരിയുന്നെങ്കിലും പിരിയാത്ത ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മൾ ദൈവ സാന്നിധ്യം വിട്ടുപോകുമ്പോഴും നമ്മൾ വിട്ടുപോകാത്ത ആ സാന്നിധ്യം നമുക്ക് നമ്മൾ പോകുന്ന ഇടങ്ങളെല്ലാം ആ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് മുൻപടിയായി കടന്നു പോകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവില്ലാതെ നമുക്ക് എങ്ങും പോകുവാൻ കഴിയത്തില്ല. യേശു പറഞ്ഞ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ ഇന്ന് മറുപടിയില്ലാത്ത വിഷയങ്ങൾക്കുമായിട്ട് അതിന് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ചില വഴികൾ തുറക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിലും എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ചിലതൊക്കെ എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് നമുക്ക് മുൻപടിയായി കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ കൂടെയുണ്ട്, വകത്തള്ളങ്ങളുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ കർത്താവ് ലോകത്തിൻ്റെ അവസാനത്തോളം നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തു നമ്മൾ പിരിയുന്നെങ്കിലും പിരിയാതെ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മൾ ആ കൃപയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിൻ്റെ ഛായയിലേക്ക് മാറ്റപ്പെടുവാൻ, ഈ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ, വെളിച്ചത്തിൻ്റെ വാഹകന്മാരായി മാറുവാൻ, ഇരുട്ടിൻ്റെ എല്ലാ മണ്ഡലങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് വിട്ട് മാറിയിരിക്കാൻ, രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറിയിരിക്കാൻ, അവൻ അടഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തുറന്നു വരുന്നതിനായിട്ട്, പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം പുതുക്കാൻ പോകുന്നതിനായിട്ട്, ദൈവിക വെളിപ്പാടുകൾ ദൈവം നിറയ്ക്കാൻ പോകുന്നതിനായിട്ട്, ദൈവത്തിന് അത്ഭുത സാക്ഷ്യവുമായി ഈ ദിവസങ്ങൾ മടങ്ങി വരാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതിന് പകൽക്കാലവും കർത്താവ് നമ്മളെ കരം വെച്ച് അവൻ ആശീർവദിച്ച് സ്വർഗം നമ്മളെ മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആ ചിറകുകൾക്കുള്ളിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നതിനായിട്ട്, മുകളിൽ വിറയ്ക്കപ്പെട്ട ചിറകുകൾ, കീഴെ ശാശ്വത ഭുജങ്ങളുമുള്ള ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ കർത്താവ് നമ്മളെ സുരക്ഷിതമാക്കി ഈ ദിവസം വഴി നടത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മൾ അടുത്ത ആഴ്ച കൊണ്ട് ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവ് അനേക സാക്ഷ്യങ്ങൾ കേൾക്കുമെന്ന് ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മൾ വന്നില്ലെങ്കിൽ, അവൻ കർത്താവ് വന്നില്ലെങ്കിൽ നമുക്ക് കാണാം, അതിലെങ്കിൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരും ഇടയാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ശക്തിയും സഹവാസവും എല്ലാം കൂടെ കർത്താവിന് വരവരേക്കും ഇരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. മാറാനാഥ. ശാലോം. കർത്താവിൻ്റെ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.